നമുക്കിങ്ങനെ കർത്താവിനോട് പറയാം, നമ്മുടെ കരങ്ങൾ നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ നെഞ്ചത്തോട്ട് വെച്ചേച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടൊരു അപേക്ഷ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, എന്തിനു വേണ്ടി കാംക്ഷിക്കുന്നു? മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം നീയാൽ നിറയുവാൻ, അതെന്തുമായിക്കൊള്ളട്ടെ, അങ്ങയുടെ വചനം എനിക്ക് മതി, അത് ശക്തമാണ്. ഏത് മനുഷ്യനേക്കാളും ഏത് മനുഷ്യന്റെ വാക്കിനേക്കാളും വലുത് അപ്പൻ ക്രിസ്തുവിൽ തന്നിരിക്കുന്ന വചനമാണ്. അതാവോളം തന്നെ നിറയ്ക്കണം. എന്റെ ബുദ്ധിമണ്ഡലത്തിന് അപ്പുറമായി അപ്പൻ പ്രവർത്തിക്കണം. ഒരു പരിജ്ഞാനിയാക്കി എന്നെ തീർക്കണം. ബുദ്ധിമാനാകാനല്ല, പരിജ്ഞാനിയാവാൻ അപ്പന്റെ ശക്തമായ വചനം നമ്മുടെ ഹൃദയത്തിലുള്ള പ്രാർത്ഥന വെളിപ്പെട്ട് വരട്ടെ. ഇപ്പോൾ സ്തോത്രം ചെയ്യാം നമുക്ക്. പരിശുദ്ധ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ മനസ്സുകൾ തുറന്നിരിക്കുന്നു. അപ്പാ, ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ തന്നതാണ്. ആ അറിവ് കർത്താവെ ജഡത്തിന്റെ മനസ്സിന് ചീർക്കാതെ അത് പിന്നെയും കർത്താവെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, പ്രാർത്ഥനകൾ കേൾക്കപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന് വലിയ വ്യത്യാസം തരുന്നതിനായി സ്തോത്രം. കട്ടിയുള്ള ആയുധമായി, മൂർച്ചയുള്ള ആയുധമായി ഇന്ന് പകൽക്കാലം നിന്റെ മകന്റെ നാവിനോടൊപ്പം ഇരുന്ന് അത് മൂർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. മൂർച്ചയോടെ പ്രവർത്തിക്കട്ടെ. കർത്താവേ, നന്ദി 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 നന്ദി, ഒത്തിരി നന്ദി, ഒരുപാട് നന്ദി. നീ പ്രവർത്തിക്കും, ആര് തടയും? സ്തോത്രം. നീ പ്രവർത്തിക്കും, ആരും തടയത്തില്ലപ്പാ. Nobody can stop it. In Jesus' name. ഇരിക്കുക പ്രിയപ്പെട്ടവരെ, ഇരുന്നാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. മോനെ, നീ മുമ്പോട്ട് പോ. ഓക്കെ, ബസ് പ്രീത. പ്രോബ്ലി വാച്ചിങ്. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളെ അറിയിച്ചു, കർത്താനദാസനെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. പരിചയം ഇല്ലാത്ത ആരും ഇല്ലല്ലോ, പരിചയപ്പെടാം. He's a friend of the church. He's a very good friend of me and Reena, and he's doing a great job in Dallas. We met. Okay. He's doing a great job in Dallas, blessing so many people around. ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ദുബായ് പോയിരുന്ന ഈ സമയത്ത് I heard something beautiful. വളരെ വളരെ അത്ഭുതകരമായ ഒരു കാര്യം അദ്ദേഹത്തിന് വചന ശുശ്രൂഷയിൽ, അത് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന നിങ്ങളെ അറിയിക്കട്ടെ, അല്ലെങ്കിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഞാനത് പറയാം. എനിക്ക് അത് കേട്ടപ്പോൾ I was so, praise God. God is doing, God is moving. Amen. Okay, so it's 11 o'clock. I keep my time. Here we go. He can go till minimum 12:30. 1. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ആവശ്യത്തിന് തക്കവണ്ണം വചനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാത്തിരുന്നാൽ വചനം ശക്തമായിട്ട് വരും. So Pastor John, over to you. May the Lord be with you. God bless you. Malayalam, you can go for both because there are people who know. You can do. You want to translate? No. Okay, you are comfortable without it, no? That's why I didn't offer. Go both. Hallelujah. Hallelujah. സമയത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this wonderful time. Amen. വീണ്ടും ഫിലഡൽഫിയ വരുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ഭവനം പോലെ. Amen. Hallelujah. പ്രത്യേകിച്ച് ഷിജി പാസ്റ്റർ, റീന ഫാമിലി, അതുപോലെ തന്നെ ഇവിടുത്തെ പാസ്റ്റർമാർ, ദേവദാസന്മാർ, എല്ലാവരും സഭാവിശ്വാസികളെല്ലാം ഒരു പഴയ കുടുംബം പോലെ. Amen. Like an old family. And I'm very, very, very blessed. ശരിക്കും ഇവിടെ വരുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണ്ടിരിക്കുക. അങ്ങനെ തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. Amen. I'm praying that I'll be a blessing to you, and you all are a blessing to me. And നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് നമ്മൾ വളരെ ആകാംക്ഷയോടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ദൈവമനസ്സിലേക്ക് കടക്കാം. ഷീജ് പാസ്റ്ററിനെ വിളിച്ചു. ഞാൻ മിഡിൽ ഈസ്റ്റിലായിരുന്നപ്പം വിളിച്ചു. പക്ഷെ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ തിങ്കളാഴ്ച ഇവിടെ എത്തിയപ്പം അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് മെയിൽ കിടക്കുന്ന കണ്ടു. തന്നെ ഇങ്ങോട്ട് വരാൻ യാതൊരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് അതിൻ്റെ മേലുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചോണ്ടേ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അതിനൊരു വഴി തുറക്കും. യെസ്.
വളരെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ he asked me to come and he asked me to, and I was not in a place that I could come, in a situation I could come. പക്ഷേ ദൈവമായിട്ട് ഇത് ഒരുക്കുക. This has happened because of the Lord. ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഉള്ളിൽ ഒരു കാര്യം ദൈവം തന്നിട്ടുണ്ട്, എന്നാൽ I am still open. Amen, amen. Even though God has given something in my heart, I'm still open because I want to go in the spirit. Amen. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിലേക്ക് കർത്താവേ, ഹല്ലേലൂയ. ആമേൻ. നിന്റെ ശബ്ദം മാത്രം. ഹല്ലേലൂയ. We want to hear your voice. കർത്താവേ, ഹല്ലേലൂയ. അതിനായി ഏൽപ്പിക്കുക. ഹല്ലേലൂയ. മനസ്സും ശരീരവും ഹൃദയവും സർവവും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആത്മാവിന് വഴങ്ങി. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നിൽ ദൈവം വലിയൊരു പെരുവഴി തുറക്കുക. Amen, amen. Amen. I see a road. Amen. Hallelujah. ഒരു ഓപ്പൺ റോഡ് കാണുന്നുണ്ട്. Hallelujah. Amen. Hallelujah. Yes. Amen. വിശ്വാസത്തിൽ ഒരു വഴി ദൈവം തുറന്ന്, ഒരു ഓപ്പൺ ഡോറിങ്, ഒരു റോഡ് ഇങ്ങനെ തുറന്ന് കിടക്കുന്നതായിട്ട് കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. റിഗശേ ബഹൽഖാന റഗശേ. ആമേൻ. ആമേൻ. യെസ്. അഖാൻ തമാരി വൽഖാന റഗശിയ. ആമേൻ. യെസ്. യെസ് ലോർഡ്. താങ്ക് യു ജീസസ്. സബാരെ ഷെമൽഖാന റഗശിയ. ആമേൻ. വലിയൊരു വെള്ളച്ചാട്ടം ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരടുത്ത ലെവലിലേക്കുള്ള ഒരു നീക്കം. ഈ വെള്ളം ഒഴുകി വന്നിട്ട് അത് വെള്ളം ചാടുന്നത്, ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു അനദർ ലെവൽ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഗോയിങ്, ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കുന്ന അത് ഒഴുകി ആമേൻ എത്തേണ്ടടുത്ത് എത്തുവാനായിട്ട് ആമേൻ ഉള്ളൊരു അടുത്ത മൂവാണ്. ആമേൻ. സോ ഐ എം സീയിങ്, ഹല്ലേലൂയ, ഒരു ട്രാൻസിഷൻ കാണുന്നുണ്ട്. റീബാൽമാന റഗശി അൽഖാന റമശ, ഒരു കുതിപ്പ് കാണുന്നുണ്ട്. ആത്മീയത്തിൽ ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ കുതിച്ചു ചാടുന്ന ആമേൻ ഒരു കുതിപ്പ്. ഹല്ലേലൂയ. പറന്നുയരുവാനുള്ള ഒരു സമയമായത്. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയ മൂവ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. യെസ്. ഹല്ലേലൂയ. ആമേൻ. 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 ഇസ്രായേൽ മക്കളെ ആമേൻ ചെങ്കടലിന്റെ നടുവിൽ ആമേൻ മുന്നിൽ നിൽക്കുമ്പോൾ ആമേൻ കിഴക്കൻ കാറ്റടിച്ചു എന്ന് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ദ നോർത്ത് വിൻഡ്, ഈസ്റ്റ് വിൻഡ്. Rakashi Balmana Regasi. Amen. When they were standing in front of the Red Sea. Amen. God brought the east wind. Hallelujah. എന്നാൽ ഈസ്റ്റ് വിൻഡ് വരാൻ അതിന് കാരണമായിട്ട് ഒരു സംഗതി ഉണ്ടായിരുന്നു. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, അതെടുത്ത് നീ ഉയർത്തണം. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്ത് നിന്ന് ചില നീക്കം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ആമേൻ ചില വഴികളെ തുറക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ചിലത് ഉയരണം. ആമേൻ. ഹല്ലേലൂയ. അത് ഉയർന്നു കഴിയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു മൂവുണ്ട്. ഈസ്റ്റ് വിൻഡ് എപ്പോഴും അടിക്കുന്ന പോലല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില വഴികളെ തുറക്കാനായിട്ടുള്ള ആമേൻ ഒരു കാറ്റാ വരുന്നത്. ആമേൻ. ചില വഴികളെ, അസാധ്യതകളുടെ നടുവിൽ നിനക്ക് ചില വഴികളെ തുറന്നു തരാൻ, അസാധ്യതകളുടെ നടുവില് ചില വഴികളെ തുറന്നു തരാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ആമേൻ ഒരുങ്ങി നിൽക്കുക. ആമേൻ. നമ്മൾക്ക് ഒരുങ്ങാം. യേശുവേ സ്തോത്രം. നന്ദി യേശുവേ, നന്ദി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നപ്പാ. ഹല്ലേലൂയ. തന്ന് നിറച്ചാട്ടപ്പാ യേശുവേ, നിറച്ചാട്ടെ ഞങ്ങളെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശകലം കൂടെ കുറച്ച് ചെറുതായിട്ട് ചെക്ക്. I'll bring it close. Yeah. Hallelujah. Amen. Hallelujah. Praise God. 1 യോഹന്നാൻ 5:4-5 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5:4-5 ഒന്ന് വായിക്കുക. 5 വാക്യങ്ങൾ വായിക്കുക. ആന്നു.
ദൈവത്തിൽ നിന്ന് ജയിച്ചു നോക്കി. വാട്ട് എവർ ഇസ് ബോൺ ഓഫ് ഗോഡ് ഓവർകംസ് ദ വേൾഡ്. ലോകത്തെ ജയിക്കുന്നു എന്നാ പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചു നോക്കി ലോകത്തെ. ആമേൻ. നിക്കോഡിമസ് വന്നേച്ച് യേശുവിനോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് ജീസസ്, വാട്ട് ഷാൽ ഐ ഡു ടു ബി ബോൺ അഗൈൻ? ഇതെങ്ങനെയായി ബോൺ അഗൈൻ ആകുന്നത്? ഞാനിനി എങ്ങനെ അമ്മയുടെ ഉദരത്തിലോട്ട് കയറി പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. യേശു പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങനൊന്നുമല്ല. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. യു ഷുഡ് ബി ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ആമേൻ, ആൻഡ് ഓഫ് ദ വേർഡ്. ഹല്ലേലൂയ, ആമേൻ. ബോൺ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഓഫ് ദ വേർഡ്. വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. റെയിൻ, ആമേൻ, അല്ലെങ്കിൽ വാട്ടർ. The water of the word, by the washing of the regeneration of the water of the word. Amen. വചനത്തിന്റെ കഴുകലിൽ, ആമേൻ, ഹല്ലേലൂയ, നീ ജനിക്കണം. ആമേൻ. whatever is born of God, ദൈവത്താൽ ജനിച്ചത്, അല്ലേ? whatever is born of God has overcome. ആമേൻ. ലോകത്തെ, ലോകം നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിന് നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല. ലോകത്തിലുള്ളതൊന്നും നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ അങ്ങ് ഉറച്ചോണം. കാര്യം എന്നാ? നമ്മള് ദൈവത്താൽ ജനിച്ചതാണ്. ഹല്ലേലൂയ. ദൈവത്താൽ ജനിച്ച നമ്മള്, ആമേൻ, വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, അല്ലേ? ആദ്യമായി. ആൻഡ് ബോൺ ഓഫ് ദ വാട്ടർ. ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ ജനിച്ചിരിക്കുക. ഈ വചനത്താൽ ജനിച്ച നമ്മള്, ആമേൻ, ഈ വചനത്താൽ തന്നെ ജനനം പ്രാപിച്ചുകൊണ്ടിരിക്കുക എന്ന് കൂടെ പറയാം, അല്ലേ? വി ആർ ബീയിങ് സേവ്ഡ്. വി ആർ സേവ്ഡ്, അല്ലേ? നമുക്കൊരു ഉറപ്പുണ്ട്, നിത്യതയെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ട്. എന്നാൽ നിത്യതയിലോട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിത്യതയിലോട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ആത്മീയ കോളത്തിൽ ഒത്തിരി കാര്യങ്ങൾ, പലരും പല 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 വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടേ, നമ്മൾ നീതീകരിക്കപ്പെട്ടു. വി ആർ റൈച്ചസ്. വി ആർ റൈച്ചസ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ലാം, അല്ലേ? ഒരുവൻ ക്രിസ്തുവിലെങ്കിൽ അവനൊരു പുതിയ he who is in Christ is a new creation, അല്ലേ? യേശു അവനെ നീതിമാനായി കണക്കിട്ടു, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ബിലീവ്ഡ് വി വർ കൺസിഡർഡ് റൈച്ചസ്. ഇങ്ങനെ പറയുന്നുണ്ട് റോമൻ, യു ആർ മെയ്ഡ് റൈച്ചസ്. യു ആർ മെയ്ഡ്. നമ്മൾ റൈച്ചസ് ആയതല്ല, നമ്മളെ റൈച്ചസ് ആക്കിയതാ. ഇനിയിപ്പോ ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് ലൈസൻസ് ആക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെയും ജീവിക്കാമെന്ന് നമ്മൾ ചിന്തിക്കല്ലേ, അല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളെ നമ്മളെ ഒരു പൊസിഷൻ തന്ന് ദൈവം അങ്ങ് നിർത്തി, ഇല്ലേ? യേശുവിന്റെ രക്തത്താൽ നമ്മളെ പൊസിഷൻ ചെയ്തു. എങ്ങനെ? റൈച്ചസ്, ഇല്ലേ? അങ്ങനെ പല പൊസിഷൻ തന്നു. യു ആർ ജസ്റ്റിഫൈഡ്, യു ആർ സാങ്ക്ടിഫൈഡ്, യു ആർ റൈച്ചസ്. ഇതൊക്കെ പൊസിഷനാ, അല്ലേ? ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പൊസിഷൻ അനുസരണമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ജീവിക്കണം. റൈച്ചസ് ആയിട്ടുള്ളവര് റൈച്ചസ്നെസ്സിൽ ജീവിക്കണം, ഇല്ലേ? അത് നമ്മളെ കൊണ്ട് സാധ്യമാണോ? നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് തൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. നമ്മളെ ഞാൻ നീതിമാനായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ സഹായം വേണ്ട? വേണോ? വേണ്ട. എനിക്ക് സുവിശേഷവും വേണ്ട? വേണോ? വേണ്ട. ഹല്ലേലൂയ. എനിക്ക് നീതിമാനായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. ഐ ആം നോട്ട് ഏബിൾ ടു ലിവ് റൈച്ചസ്. അതുകൊണ്ട് ദൈവം തന്റെ ആത്മാവിനെ തന്ന് എന്നെ, ആമേൻ, എന്നെ നീതിമാനായി നടത്താനായിട്ട് തന്റെ ആത്മാവിനാൽ നടത്തുക. ആത്മാവിനാൽ നടത്തപ്പെടണം എന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം, ഇല്ലേ? ഒന്നാമത് വചനം വ്യാപരിക്കണം. വചനം, അല്ലേ? ഇങ്ങനെ പറഞ്ഞു, വാട്ട് എവർ ഇസ് ബോൺ ഓഫ് ഗോഡ് ഓവർകംസ് ദ വേൾഡ്, ആൻഡ് ദിസ് ഇസ് ദ വിക്ടറി ദാറ്റ് ഹാസ് ഓവർകം ദ വേൾഡ്. ആൻഡ് whoever has overcome the world, who is the one who overcomes the world? But who believes that Jesus is the Son of God. നമ്മുടെ വിശ്വാസം ആണ് നമ്മളെ ഓവർകം ചെയ്തത്, അല്ലേ? ഫെയ്ത്ത് ഇസ് ദ വൺ ഹു ഓവർകംസ്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ പോലെ ലോകം നമ്മളെ ജയിക്കത്തില്ല. ലോകം നമ്മളെ ജയിക്കത്തില്ല. നമ്മൾ ലോകത്തെ ജയിച്ചവരാ, അല്ലേ? ഹല്ലേലൂയ, ആമേൻ. നമ്മൾ മരണത്തെയും ലോകത്തെയും പാപത്തെയും ശാപത്തെയും ജയിച്ച്, ആമേൻ, ആമേൻ, ക്രൂശിൽ യേശു നമുക്ക് തന്ന ജയം ഏറ്റുവാങ്ങി ജീവിക്കുന്നവരാ.
We have received the same victory which Jesus won on the cross. അതിനെ നമ്മളെടുത്ത് നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മളെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു ഈ വിക്ടറി. എന്നിട്ട് ആ വിക്ടറിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വിക്ടറി നമുക്കുണ്ട്, പക്ഷെ അത് അതിനകത്തോട്ട് ജീവിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. റൈച്ചസ്നെസ്, നമ്മൾ റൈച്ചസ് ആണ്, നമ്മൾ റൈച്ചസ്നെസ്സിൽ ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. പറഞ്ഞു മനസ്സിലായോ? ഉടനെ ഈ ഫെയ്ത്ത് ആണ് ഓവർകം ചെയ്തതെന്നാണ് പറയുന്നത്, അല്ലേ? ഹല്ലേലൂയ. ഫെയ്ത്ത് നമ്മുടെ മലയാളം ബൈബിളിലെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഫെയ്ത്തും ബിലീവും എല്ലാം ഒരേ വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബിലീവ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഉറച്ച് കഴിയുന്നുണ്ടേ വിശ്വാസം പരിണമിക്കുക, അല്ലേ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിശ്വാസത്തിൽ വന്നപ്പോൾ, when I came into faith, lot of people, ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു, എടാ you must believe. അല്ലേ? മലയാളത്തിൽ പറഞ്ഞോണ്ട് നീ വിശ്വസിക്കണം. അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് ഞാൻ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് എന്റെ ബിലീവ് അങ്ങോട്ട് എന്താ ബിലീവ് ഉണ്ടേ. ഈ ബിലീവ് എന്ന് പറഞ്ഞ എന്താണെന്നുള്ള ഒരു പിടി കിട്ടുന്നില്ല. ബിലീവ് ചെയ്യണോ എന്ന് പറയുന്നുണ്ട്, ശരിയല്ലേ? നമ്മൾ എല്ലാവരും പറഞ്ഞു, എടാ മലയാളത്തിൽ പറഞ്ഞത് നീ വിശ്വസിക്കണം. ശരി, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്തുവാ ഈ ബിലീവ് എന്ന് പറയുന്നത്? എന്തുവാ അങ്ങനെ ഹൗ ക്യാൻ ഐ ബിലീവ്? എങ്ങനെ ഹൗ ക്യാൻ ഐ ബിലീവ്? ചില കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് നമ്മളെ ഇപ്പം ഞാൻ ശ്രീ പാസ്റ്ററൊക്കെ ഞങ്ങൾ ഈ തുടങ്ങുന്നുണ്ട്, നമ്മൾ ഒരു ലെവലിലോട്ട് വന്ന് കയറി നിന്ന് അവിടെ നിന്ന് അങ്ങ് തുടങ്ങുക. അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം പിടികിട്ടുന്നില്ല. യു മസ്റ്റ് ബിലീവ്, യെസ്, യു മസ്റ്റ് ബിലീവ് എന്നുള്ള അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം യു മസ്റ്റ് ബിലീവ്. എങ്ങനെ ബിലീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഇതുണ്ട്. We are going to have a clarity in the things, in understanding what God is really intending in his heart. ദൈവം തൻ്റെ ഹൃദയത്തിൽ എന്താണ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തുവാ നമ്മളെക്കുറിച്ച്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തുവാ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഗോഡ് വാണ്ട്സ് ഫ്രം അവർ പാർട്ട്. അതിനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വെളിപാട് നമുക്ക് തരട്ടെ. ഹൗ ക്യാൻ ഐ ബിലീവ്? ഞാനിപ്പം പാസ്റ്ററിനോട് പറയാ, പാസ്റ്ററെ ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ, അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും. എന്നാൽ പാസ്റ്റർ പറയും അങ്ങനാന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പാസ്റ്ററിന് ഒരു ഉറപ്പില്ല. അങ്ങനാന്നോ? കാര്യം എന്നാ? അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലേ? ഇപ്പം ലോക മനുഷ്യരോട് ചോദിച്ചാൽ പറയും this is how it is and this is how it happened, that is how it, and he says really yeah ചിലരെ ഉറപ്പില്ലെങ്കിൽ പറയും no, I'm not convinced, I'm not, എനിക്ക് ഒരു കൺവിക്ഷൻ ഇല്ല അതിനകത്ത്. എന്തുകൊണ്ടാ ഞാൻ ബിലീവ് ചെയ്യാത്തത്? എനിക്ക് കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാ. ബിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എന്തോ വേണം? I need to have conviction. Means I need to be convinced, ഇല്ലേ? എൻ്റെ അകത്ത് ഇത് ശരിയാണെന്നുള്ളൊരു കൺവിക്ഷൻ, ഒരു ഉറപ്പ് വേണം, ഇല്ലേ? ആ ഉറപ്പുള്ള കാര്യമേ ഞാൻ ബിലീവ് ചെയ്യത്തുള്ളൂ. See, what I am convinced is what I am willing to believe. No, I am not convinced. You can't make me believe. എന്നാ പറയുന്നത്? ലോകമനുഷ്യൻ പറയുന്ന കാര്യം പറയുന്നത്. ഓർത്ത് നോക്കിയേ, ഈ ലോകമനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? കാര്യം നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വിതൗട്ട് കൺവിക്ഷൻ യു കാൻ ബിലീവ്. ഈ കൺവിക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനായിട്ട് എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ഐ നീഡ് ടു കൺവിൻസ് ഹിം, ഇല്ലേ? എങ്ങനെയും എനിക്ക് അവനെ ഇതൊന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ കൺവിൻസ് ചെയ്യുന്നേ? കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലേ? അവന്റെ മേലൊരു ഒരു 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 ഇൻഫ്ലുവൻസ്.
ആണേ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും തോറും ഇല്ലേ, എന്തിന്റെ ഇൻഫ്ലുവൻസിലാണ് നമ്മളെ? ആത്മാവിന്. വി ആർ ഇൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ലോകത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ ലോകത്തിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും. ഉടനെ ശ്രദ്ധിച്ചു കേട്ടോ, ഈ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നത്, ഞാനിപ്പം സണ്ണിച്ചായൻ്റെ അടുത്തിരുന്ന സണ്ണിച്ചായനോട് ഒരു കാര്യം 100 പ്രാവശ്യം പറയുക. 100 പ്രാവശ്യം. സണ്ണിച്ചാൻ നാളെ സണ്ണിച്ചായന് $50,000 കിട്ടും. 100 പ്രാവശ്യം പറയുക. സെപ്റ്റംബർ 28 50,000. 100 പ്രാവശ്യം പറഞ്ഞു 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 കുറച്ച് കഴിഞ്ഞാൽ സണ്ണിച്ചാൻ എന്ത് ചെയ്യും? സണ്ണിച്ചാൻ ശരിയാ, ഇതറിയാതെ അകത്ത് കയറിപ്പോവും. കാര്യം എന്നാ? ഇൻഫ്ലുവൻസാ. ഇൻഫ്ലുവൻസ് ഇല്ല. അടുത്തിരുന്ന് പറയാം, അടുത്തിരുന്ന് പറയാം, പറഞ്ഞു 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 പറഞ്ഞ് അതിന്റെ വരുമര്യാദകളൊക്കെ പറഞ്ഞു 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 കുറച്ച് കഴിഞ്ഞാൽ ശരിയാ ശരിയാ നടക്കും കേട്ടോ, നടക്കും 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 നടക്കും, എനിക്ക് ഉറപ്പാ. ഉറപ്പാന്നോ? ഉറപ്പാ. എങ്ങനെയാ ഉറപ്പ് വന്നേ? നേരത്തെ ഇല്ലായിരുന്നു ഈ ഉറപ്പ്. ഈ അടുത്ത് ആ സ്ട്രോങ് ഇൻഫ്ലുവൻസിൽ ഇരിക്കുമ്പം അത് നമ്മളെ അഫക്റ്റ് ചെയ്യുക അല്ലേ? അഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് നമ്മളെ കൺവിൻസ് ചെയ്യുക. അത് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് നമ്മൾ ബിലീവ് ചെയ്യുക. അത് നമ്മൾ ബിലീവ് ചെയ്യുന്ന പറഞ്ഞാൽ ഫെയ്ത്ത് ആയിട്ട് മാറും. അത് പറഞ്ഞാൽ ഇതില്ലെന്നുണ്ടെങ്കിൽ തന്നെ അത് വിളിച്ചു വരുത്തും. അതാ ദൈവത്തിന്റെ ശക്തി. അതാ ലോകത്തിലെ കാര്യമല്ല പറഞ്ഞ്. ലോക മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവൻ പറയുന്ന പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെയാ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? യു ഷുഡ് ഹാവ് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇതൊരു ഡൈനാമിക്സാ. ഇതൊരു സ്പിരിച്വൽ ഡൈനാമിക്സാ. ഇപ്പം പിശാച് ലോകത്തിലുള്ള മനുഷ്യനെ ഡിസീവ് ചെയ്യാനായിട്ട് അവൻ എന്തോ ചെയ്യും? അവൻ ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? ത്രൂ മീഡിയ. മീഡിയ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഏതാ? ഇപ്പം ലോകത്തിന്റെ 1960 അമേരിക്കയുടെ മോറൽ സ്റ്റാൻഡേർഡ് അല്ല ഇന്ന്. ദ മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് അമേരിക്ക ഈസ് നോട്ട് ഓഫ് വാട്ട് ഇറ്റ് വാസ് 1960. ഇല്ല, മോറൽ സ്റ്റാൻഡ് ഇല്ല. കാരണം ഈ മോറൽ സ്റ്റാൻഡേർഡിനെ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് എന്തോ ചെയ്തു? ഈ മീഡിയ ഉപയോഗിച്ചവൻ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് മനുഷ്യനെ കൊണ്ട് ബിലീവ് ചെയ്യിച്ചു ഇതാ സ്റ്റാൻഡേർഡ് എന്ന്. So now people believe you can walk without wearing clothes. And it is okay. You have come to that belief. ഇതൊരു ബിലീഫാ. You understand? ഒന്ന് എത്രമാത്രം നമ്മൾ ഈ വചനത്തിന്റെയും ആത്മാവിന്റെ ഇൻഫ്ലുവൻസി വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളില് സ്വർഗം കുലുങ്ങുന്ന ഒരു ഉറപ്പാണ്. സ്വർഗത്തിലിരിക്കുന്ന തമ്പുരാന് സിംഹാസനത്തിൽ ഇരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് ചിലപ്പം 18-ാം സങ്കീർത്തനമൊക്കെ അങ്ങോട്ട് എഴുതുന്നുണ്ടെങ്കിൽ സിംഹാസനത്തിൽ നിന്ന് എണ്ണീറ്റെന്നാ പറയുന്നത്. ഏതാ? ദൈവം തന്നെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. സ്റ്റീഫൻ അങ്ങോട്ട് നിന്നുണ്ടെങ്കിൽ ദൈവം എഴുന്നേറ്റ് കർത്താവിനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ടുള്ള ചില മൂവ് നമ്മുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ കടന്നു വരണം. That God will stand up on his throne. Amen. To acknowledge, to approve and move on our behalf. നമുക്ക് വേണ്ടി നീങ്ങാനായിട്ട് ദൈവം ആ നിലയിൽ എഴുന്നേൽക്കുന്ന ദിവസങ്ങളാണ്. Amen. Hallelujah. I am influenced when something starts to affect me. അതിനെ എന്നെ അഫക്റ്റ് ചെയ്യുക, എൻ്റെ ബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുക, സ്പിരിച്വലി അഫക്റ്റ് ചെയ്യുന്നു ഇല്ലേ? മെന്റലി അഫക്റ്റ് ചെയ്യുന്നു, എന്നെ ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്നു, എന്നെ ഈവൻ ഫിസിക്കലി അഫക്റ്റ് ചെയ്യുന്നു. ചിലർക്ക് ദൈവസന്നിധി നിൽക്കുന്ന അവർക്ക് ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇല്ലേ? ചിലരുടെ ഉള്ളിനെ ദൈവം അങ്ങ് തൊടും, അങ്ങനെ പവർഫുൾ ആയിട്ട് തൊടും. ചിലരുടെ മനസ്സിനെ തൊടും. ദെയർ മൈൻഡ് ഇസ് കലങ്ങിയിരിക്കുന്ന മനസ്സൊക്കെ എന്താണ് ചിന്തയൊക്കെ ഇങ്ങനെ വളരെ ട്രബിൾഡ് മൈൻഡിനെ ദൈവം പിടിച്ചങ്ങോട്ട് ഹല്ലേലൂയ കൊണ്ടുവരും. അവന്റെ സമാധാനത്തിലേക്ക് അങ്ങ് കൊണ്ടുവരും. ആമേൻ. സോ we must understand that ഈ ഇൻഫ്ലുവൻസ് ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യും. ഇറ്റ് വിൽ അഫക്റ്റ് us. ഇങ്ങനെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആ ദൈവം പറയുന്ന കാര്യം ബിലീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് അങ്ങനെയുള്ള ഒരു അടുപ്പം വേണം. വി ഹാവ് ടു കം ക്ലോസ് ടു ഗോഡ് ഇല്ലേ? ഒരു ക്ലോസ്നെസ് വേണം. ഞങ്ങൾ ഫ്രണ്ട്സ്, വി ആർ ഫ്രണ്ട്സ് ആൻഡ് വി ആർ ക്ലോസ്. ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുകയും
നോട്ട് ദാറ്റ് എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ ദൈവവുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നുണ്ടേ, അതുകൊണ്ടാണ് ഒരു മാരേജ് കവനന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഭാര്യയും ഭർത്താവാണെന്നുണ്ടെങ്കിൽ വേർപിരിയാത്ത അടുപ്പമാണ്. വേർപിരിയാത്ത, ഇറ്റ് ഈസ് എ ഇൻസെപ്പറബിൾ കവനന്റ്. ഇറ്റ് ഈസ് എൻ ഇൻസെപ്പറബിൾ ഫെലോഷിപ്പ്, ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്. ഇല്ലേ? ബന്ധമാണ്, വേർപിരിയാൻ പറ്റാത്ത. ആ ബന്ധത്തിലോട്ട് നമ്മൾ ദൈവമായിട്ട് വന്നു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സംസർഗമുണ്ട്. ഇല്ലേ? ആൻഡ് വി ആർ ഇൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗോഡ്. നമ്മൾ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക. ഇങ്ങനെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ നിന്നോണ്ട് ഇങ്ങനെ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വി ആർ ഇൻ ദാറ്റ് ഇൻഫ്ലുവൻസ്. വി കണക്ട് വിത്ത് ദ സ്പിരിറ്റ്, വി ആർ ഇൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദാറ്റ് വി സ്റ്റാർട്ട് ടു ബി കൺവിക്റ്റഡ്. ഇല്ലേ? ആമേൻ. ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് കൺവിൻസ്ഡ് ആകുക ഈ വചനം പറയുന്നത് ഇറ്റ് വിൽ ഹാപ്പൻ. ലോകം ഒരു കാര്യം പറയുന്നു, ലോകം ഒരു കാര്യം പറയുന്നു. ഇന്ന് രാവിലെ ഡോക്ടർ നിന്നോടൊരു കാര്യം പറയുന്നു, ഓഫീസിൽ നിന്നൊരു കാര്യം പറയുന്നു, ചുറ്റുപാടിൽ സമൂഹത്തിൽ നിന്നൊരു കാര്യം നമ്മളോട് പറയുന്നു. ഇല്ലേ? ന്യൂസ് പറയുന്നു, വെതർ പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, എല്ലാം പറയുന്നു. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു. ഇല്ലേ? പക്ഷെ നമ്മൾ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ when we are closely associating with God, ഈ പറയുന്നതിനെല്ലാം അപ്പുറമായിട്ട് നമ്മൾ ദൈവം പറയുന്നതുമായിട്ട് അങ്ങ് ചേരും. We will associate ourselves with what God is speaking. ഞാൻ വെരി റീസെന്റ് ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞേ, ലോകം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇൻഫർമേഷനാ, കുഴപ്പമില്ല, നീ കേട്ടോ, ചുറ്റുപാട് നടക്കുന്ന കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല, പക്ഷെ അതൊന്നും നീ വിശ്വസിക്കല്ലെന്ന് പറയും. കാര്യം ലോകം ബോഷ്കാ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. വെരി റീസെന്റ് ആൾക്കാർ എന്നോട് ചോദിച്ചു, അമേരിക്കയിൽ ആരായിരിക്കും അടുത്ത പ്രസിഡന്റ്? ഞാൻ പറഞ്ഞു, കർത്താവ് നിയോഗിക്കുന്ന ആളായിരിക്കും. അതോടാ പ്രശ്നം തീർന്നു. ആരാ എലിജിബിൾ? ഞാൻ പറഞ്ഞു, ആരും എലിജിബിൾ അല്ല, കർത്താവിനെ ആരെങ്കിലും എലിജിബിൾ ആക്കി കൊണ്ടുവരണം. ശരിയല്ലേ? സോ നമ്മൾ അതിനകത്ത് കയറി പൊളിറ്റിക്സ് കളിക്കാൻ പോകണ്ട. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് പറയുന്ന ആളിന് നിങ്ങൾ വോട്ട് കൊടുത്തു. കർത്താവല്ലേ ആക്കുന്നേ. രാജാക്കന്മാരെ സിംഹാസനത്തിൽ ഇരുത്തുന്നവൻ എന്റെ ദൈവമാണ്. God is the one who puts the kings on the throne. ആമേൻ. എന്നാ സഭ ചിന്തിക്കാൻ തുടങ്ങിയ കർത്താവിന് അങ്ങനെ ഒരു കഴിവില്ലെന്ന്? When did the church started thinking that കർത്താവിന് ഇതിനകത്തൊന്നും പവർ ഇല്ല? No. God is absolutely, amen, powerful. അതങ്ങനെ വചനം അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ exactly that is what is going to happen. Amen. നമ്മള് no need for us to get carried away and overly involved in a lot of worldly matters that it takes our time away from God. ഏതാ? എല്ലാ ദിവസവും വരുന്ന ചിവര് പറയുന്ന മുഴുവൻ നമ്മൾ കേട്ടേച്ച് നമുക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇല്ലേ, അത്രയും സമയം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അമേരിക്കയിലെ അമേൻ നിന്റെ ഹിതപ്രകാരമുള്ള ഒരു പ്രസിഡന്റിനെ നീ കൊണ്ടുവന്ന് അമേൻ ഞങ്ങൾക്ക് തരണം. അമേൻ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അത്ര പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സംഗതികൾ മൂവ് ചെയ്യാം. അമേൻ. ഇവിടെ എല്ലാവരും കിടന്ന് തലയും കുത്തി മറിഞ്ഞ് ഭയങ്കര മൂവും ക്യാമ്പയിനും ഒക്കെയാ. ഇവിടെ ക്യാമ്പയിൻ ചെയ്തോട്ടെ. നമ്മുടെ ക്യാമ്പയിൻ എവിടാ? നമ്മുടെ ഒറ്റ പ്രാർത്ഥനയിൽ സ്വർഗം, അമേൻ, സ്വർഗത്തിൽ നിന്നുള്ള ക്യാമ്പയിൻ ഇറങ്ങിയത്. അമേൻ. സോ ദ ചർച്ച് നീഡ്സ് ടു, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉറപ്പാണ്. പറഞ്ഞു മനസ്സിലായോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആൾക്കാർ പറയുന്നതിനനുസരിച്ചെല്ലാം നമ്മൾ ഡാൻസ് ചെയ്യും. ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കർത്താവിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. കർത്താവിന് God won't be able to do his work through us when we start listening to what people are saying, when the world is saying, and dancing to everything that the world is saying. ഇല്ലേ? ലോകം പറയുന്നതിനനുസരിച്ചെല്ലാം നമ്മൾ അങ്ങോട്ട് നീങ്ങാൻ പോയി കഴിഞ്ഞാൽ അയ്യോ, കർത്താവിന് പിന്നെ ഒരു സ്ഥലമില്ല, പ്രവർത്തിക്കാൻ ഇടമില്ല. There is no place for God to work.
വിശ്വാസം എന്ന് പറയുന്നത് is because I believe in something. And അത് ബിലീവ് ചെയ്ത because I am convinced of it. ഇല്ല, ആ കൺവിക്ഷൻ എനിക്ക് വന്ന് എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. എവിടുന്ന്? ഫ്രം ദ റൈറ്റ് പ്ലേസ്. ആത്മാവിൽ നിന്ന് എനിക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. ആ ആത്മാവിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിൽ ഐ വാസ് മെയ്ഡ് ടു ബിലീവ്, കൺവിൻസ്ഡ്. ഇല്ലേ? കാരണം ഈ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ വേണ്ടി എനിക്കൊരു അസോസിയേഷൻ ഉണ്ടായി. ആരുമായിട്ട്? ദൈവവുമായിട്ട്. കാരണം ദൈവവുമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻ, my association with God has to become more strong in the coming days. Hallelujah. അവിടെ നിന്നാണ് സർവം ഉരുത്തിരിയാൻ പോകുന്നത്. ഗ്രേറ്റർ ഇൻറ്റിമസി. നമ്മൾ ഇൻറ്റിമസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് പറയുന്നത്. ചേർന്ന് നിൽക്കുന്ന. കാരണം നമുക്കൊരു ചോയ്സ് ഉണ്ട്. എനിക്ക് ചേർന്ന് നിൽക്കാം. എന്തുമായിട്ട് ചേർന്ന് നിൽക്കാം? എനിക്ക് ഈ ലോകം പറയുന്ന കാര്യമായിട്ട് ചേർന്ന് നിൽക്കാം. I can be in agreement with what the world is saying, or I can be in agreement with what the word of God is saying. ഇല്ലേ? അങ്ങനെ എൻ്റെ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, if I am of influence and if I am having great fellowship with God, എൻ്റെ അഗ്രിമെൻ്റ് ആരുമായിട്ടായിരിക്കും? ദൈവമായിട്ടായിരിക്കും. ഇല്ലേ? എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുമായിട്ട് ഞാൻ അഗ്രി ചെയ്യും. ശരിയാണോ? അങ്ങനെ ഏത് വിഷയത്തിന് മേലും നമ്മൾ ദൈവവുമായിട്ട് അഗ്രി ചെയ്യണം. ബാക്കി ഒരു കാര്യത്തുമായിട്ട് അഗ്രി ചെയ്യില്ല. കാര്യം ഇപ്പം ലോകത്തിലൊരു വിഷയമുണ്ട്, നമ്മുടെ വീട്ടിലൊരു വിഷയമുണ്ട്, നമ്മുടെ പേഴ്സണൽ ലൈഫിലൊരു വിഷയമുണ്ട്. ഈ വിഷയത്തിന് മേൽ നമ്മൾ ആരുമായിട്ട് അഗ്രി ചെയ്യും? ഞാൻ ദൈവമായിട്ടുള്ള ഉടമ്പടി നിന്ന് മാറിപ്പോകാൻ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ബ്രേക്ക് മൈ കവനന്റ് വിത്ത് ഗോഡ് വിത്ത് റിഗാർഡ് ടു ദിസ് ഇഷ്യൂ വിച്ച് ഐ എം ഫേസിങ് ഇൻ മൈ ഹോം ഓർ ഇൻ മൈ ഹൗസ് ഓർ ഇൻ മൈ ഓഫീസ് ഓർ ഇൻ ദ പബ്ലിക്. ഓക്കെ? അങ്ങനെ ഞാൻ ഈ ഉടമ്പടി നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് വർക്ക് ചെയ്യും. നമ്മൾ ദാവീദിനെ നോക്കുന്നുണ്ടേ. ദാവീദ് പറയുന്നുണ്ട്, ആരോട്? ഗോലിയാത്തിനോട് പറയുന്നുണ്ട്, എടാ നിനക്ക് ദൈവവുമായിട്ടൊരു ഉടമ്പടിയില്ല. യു ആർ ആൻ അൺസർക്കംസൈസ്ഡ് ഫിലിസ്റ്റൈൻ. നീ പരിചയക്കാത്ത ഐഡന്റിഫിക്കേഷൻ. അതാ ഐഡന്റിഫിക്കേഷൻ. എന്തുവാ? നീ വലിയ മനുഷ്യനാന്നുള്ളതല്ല, നിനക്ക് 12 അടി പൊക്കം ഉണ്ടെന്നുള്ളതല്ല, നിന്റെ കൈ വലിയ കുന്ത ഇരിപ്പുണ്ടെന്നുള്ളതല്ല, നിന്റെ കൈ വലിയ വാളുണ്ടെന്നുള്ളതല്ല, നീ എവിടുന്ന് വരുന്നു എന്നുള്ളതല്ല, നീ ആരാന്നുള്ള ഒറ്റ സംഗതിയെ പറയുന്നുള്ളൂ. എന്താ ഉള്ളത്? നിനക്ക് ദൈവമായിട്ട് ബന്ധമില്ല. നമ്മൾ ഈ ഏത് സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്, അതിന് ദൈവമായിട്ട് ബന്ധമില്ല. ആമേൻ. അതുകൊണ്ട് ഐ ക്യാൻ ഓവർകം ദ വേൾഡ്. ഞാനും ദൈവമായിട്ടുള്ള കവനന്റിനകത്താണ് എൻ്റെ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ മേൽ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ അകത്ത് എന്തുണ്ട്? ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ദാവീദ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, അവനറിയാം അവൻ്റെ കൈ കഴിവില്ലെന്നറിയാം. പോട്ടെ, കഴിവില്ലെന്ന് പോട്ടെ, കല്ല് പോലും ഇല്ല. കല്ലില്ല അവൻ്റെ കൈ. ഇവനെ കൊല്ലാനുള്ള എറിഞ്ഞ് വീഴ്ത്താനുള്ള ഒരു കല്ല് പോലും ഇല്ല. ഒരു ഞവണ മാത്രമേ ഉള്ളൂ. He has only a sling. He doesn't have a sling. കർത്താവിനറിയാം നമ്മുടെ കയ്യിൽ എന്തോ ഉള്ളതെന്ന്. കർത്താവിനറിയാം മോശയുടെ കയ്യിൽ എന്തോ ഉള്ളതെന്ന്. വടിയുണ്ടെന്നറിയാം. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? അവനുണ്ട്. He has got a sling. ആമേൻ. ഹല്ലേലൂയ. ഇത് മാത്രം മതി. നമ്മുടെ കയ്യിലുള്ളത് മാത്രം മതി. 5 അപ്പവും 2 മീനും മതി. എന്തോ ഉള്ളേ അത് എത്രമാത്രം നമ്മള് ഏൽപ്പിച്ചു കൊടുക്കാൻ വിധേയപ്പെടുന്നുവോ അത്രമാത്രം അതിൽ കൂടെ തന്നെ ദൈവം പ്രവർത്തിക്കും. അതെടുത്ത് പ്രവർത്തിക്കും ദൈവം. ആമേൻ. പലരും പറയും, ഓ ഞങ്ങൾക്ക് അത്രയൊന്നും ഇല്ല പാസ്റ്ററെ. നിങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, നിങ്ങൾക്കുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ദാവീദിനോട് പറഞ്ഞില്ല, എടാ മോനെ ഇല്ലാത്തതാരാ കണ്ടേ? ശൗല് കണ്ടു. അയ്യോ നിനക്ക് വാളില്ല, നിനക്ക് പരിചയമില്ല, നിനക്ക് അരക്കച്ചയില്ല, നിനക്കൊന്നും ഇല്ലടാ, എല്ലാം വെച്ചോളാൻ പറഞ്ഞു. കാരണം നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന ആരാ? ലോകം. ലോകത്തിലെ നേതാക്കന്മാർ പറയും നിനക്കതില്ല, നിനക്കിതില്ല, നിനക്കതില്ല, അതില്ല, അതുകൊണ്ട് നിനക്കൊന്നും ഇതിനെ ഒന്നും നേരിടാൻ പറ്റത്തില്ല, നിനക്ക് മുന്നേ പരിചയമില്ല, നീ ട്രെയിൻഡ് അല്ല, നീ എക്യുപ്ഡ് അല്ല, നീ ഒന്നുമല്ല. അവനെ പറഞ്ഞു അവസാനം എന്തോ നമ്മളോട് പറയുന്നേ? എടാ നീ യൂസ്ലെസ് ആണെന്നാ പറയുന്നത്. നിന്നെ കൊണ്ടൊന്നും എടാ എന്നെ കൊണ്ട് സാധിക്കാത്തത് എന്റെ ദൈവത്തെ കൊണ്ട് സാധിക്കൂടാ എന്നാ തിരിച്ചു പറയുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, സാരമില്ല ശൗലേ, ഇത് കുഴപ്പമുള്ള കാര്യമല്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ കൂടെ ഒരാളുണ്ട്. ഹല്ലേലൂയ. ഞാൻ കരടിയും സിംഹത്തെയും
ഹല്ലേലൂയ. കാരണം അത് എന്നാലല്ല നടന്നേ, എന്നാൽ നടന്നെങ്കിലല്ലേ. ഇപ്പം നമ്മളിൽ കൂടെ ഇത് ചെയ്തെടുക്കാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ബൈബിൾ പറയുന്നത് ഗോലിയാത്തിനെ കണ്ടോണ്ട് ദാവീദ് അവന്റെ അടുത്തോട്ട് ഓടി അടുത്തെന്നാ പറയുന്നത്. ഹി റാൻ ടുവേർഡ്സ് ഹിം, റാൻ ടുവേർഡ്സ്. അണ്ണേ അതിനകത്ത് എന്തോ കാണിക്കുന്നത്? ഈ ഓട്ടത്തിനകത്ത് എന്തോ കാണിക്കുന്നത്? ഭയമില്ല, ഭയമില്ല, ഒട്ടും ഭയമില്ല. നല്ല ഉറപ്പാ, നല്ല ഉറപ്പാ, ഇല്ലേ? ഈ ഉറപ്പ് എന്തിന്റെ പുറത്താ? ഈ ഉറപ്പ് അവന്റെ പുറത്തല്ല, അവനെ അഭിഷേകം ചെയ്തവന്റെ പുറത്താ, അവനെ വിളിച്ചവന്റെ പുറത്താ. അമ്മേ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് സിറ്റുവേഷനെയും നമുക്ക് നേരിടാൻ നമുക്ക് ഭയം വേണ്ട. കാര്യം എന്നാ? എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ എന്നാ കഴിവുണ്ടെന്നുള്ളതല്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരൻ. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പ്. നമ്മളെ ഫേസ് ചെയ്യുന്ന ഏത് സിറ്റുവേഷൻ, ഒന്നാമത്തെ കാര്യം കൊണ്ടുവരുന്ന ഭയമാണ്. രണ്ടാമത് നമുക്ക് അതിന് ഉറപ്പ് നഷ്ടപ്പെടും. ഉറപ്പ് നഷ്ടപ്പെട്ട ഹോപ്പ് പോയി. ഹോപ്പില്ല. ഏതാ ഹോപ്പ് പോയെന്ന് പറഞ്ഞാൽ ക്രിസ്തു അപ്രത്യക്ഷമായി. ഹോപ്പ് ആരാ? ക്രൈസ്റ്റ്. അങ്ങനെ ക്രൈസ്റ്റിനെ ഡിമിനിഷ് ചെയ്ത് കളഞ്ഞു, ഇല്ലേ? ക്രൈസ്റ്റിനെ ഡിമിനിഷ് ചെയ്ത് വെച്ച് എന്നെ തന്നെ ഞാൻ നോക്കുക, എന്നിലുള്ള കഴിവിനെ നോക്കുക, ഇല്ലേ? എന്നിലുള്ള കഴിവിനെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിരാശപ്പെട്ടു പോയി. നമുക്കറിയാം, ഇത് നമ്മൾ പോക്കാന്നറിയാം. ഐ ആം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്കറിയാം. എൻ്റെ കഴിവിനെ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉറപ്പ് പോയി. ഇത് മുഴുവൻ എടുത്ത് മാറ്റി വെച്ച് വിശ്വാസം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരണം അവനെ നോക്കുക. ഫിക്സിംഗ് our eyes on him who is the author and the perfecter of our faith, Jesus. യേശുവിൽ കൂടിയാണ് എല്ലാം ചെയ്തെടുക്കാൻ പോകുന്നത്. യേശുവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളതിനാൽ, സർവ്വകൃപയുടെ ആത്മാവ്, ഇസ് എ സ്പിരിറ്റ് ഓഫ് ഓൾ ഗ്രേസ്. ആ കൃപ എന്നിലേക്ക് പകരുക, അല്ലേ? എന്നെ ശക്തനാക്കുക, എന്നിട്ട് എന്നെ എനേബിൾ ചെയ്യുക. എനിക്ക് കഴിവില്ലാത്തതിനെ, എടാ ഗോലിയാത്തുമായിട്ട് നീ ഈ താഴ്വരയിലായിരിക്കും യുദ്ധം ചെയ്യാൻ വരുന്നതെന്ന് ആർക്കറിയാം? ദൈവത്തിന് നേരത്തെ അറിയാം. എന്നാൽ താഴ്വരയിൽ ഒരു നീരുറവ, ഒരരുവി ഒഴുകുമെന്നുള്ളത് ആ അരുവി നേരത്തെ അവിടെ ഒഴുക്കി വെച്ചിരിക്കുക. ഈ അരുവിക്കകത്ത് കല്ല് കൊണ്ടിട്ടേക്കുക. ആര്? ആ മുകളിലെ നല്ല കുന്നിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വന്ന് നല്ല ഷേപ്പിലായ കല്ല് പരുവത്തിന് നിനക്കാക്കി അവിടെ കൊണ്ട് വെച്ചേക്കുക. എല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുക. നമ്മൾ ഒരു ബാറ്റിലോട്ടും പോകുന്നില്ല കർത്താവ് അറിയാത്ത. വി ആർ നോട്ട് എൻട്രിങ് ഇൻ ടു എനി ബാറ്റിൽ വിച്ച് ദ ലോർഡ് ഡസന്റ് നോ. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നും നമ്മുടെ കയ്യിൽ എന്തില്ലെന്നും ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. നിന്റെ കയ്യിൽ കവണയുണ്ടെന്നും നിന്റെ കയ്യിൽ കല്ലില്ലെന്നും ദൈവത്തിന് അറിയാം. സ്തോത്രം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അവിടെ ഒരുക്കി തരുന്ന ദൈവമാണ്. ശരിയാണോ? ആമേൻ. ഈ ഉറപ്പോടുകൂടിയാണ് പോകുന്നത്, അല്ലേ? ആമേൻ. 5 കല്ലെടുത്തു, ശരിയാ, 5 കല്ലെടുത്തു. പിന്നെ അതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ കല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 5 കല്ലെടുത്തെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചേ, എത്ര ചാൻസ് ഉണ്ട്? ഇല്ല, ഒറ്റ ചാൻസ്. കാര്യം ആദ്യത്തെ കല്ല് എറിയുമ്പോൾ തന്നെ അടുത്ത കല്ല് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ തല പോകും. ശരിയാണോ? Am I right? See, because when he slings the first stone, ഈ ഒറ്റ ചാൻസേ ഉള്ളൂ, ഇല്ലേ? ഈ ഒറ്റ ചാൻസിനകത്ത് ഇവൻ താഴെ വീഴണം. ഇല്ലെന്നുണ്ടെങ്കിൽ യു ആർ വെരി ക്ലോസ് ടു ദി എനിമി. അവന്റെ വാള് പോലും വേണ്ട, കൈയെടുത്തൊരു താങ്ങിയാൽ ദാവീദിന്റെ തല തെറിച്ചു പോകും. യു അണ്ടർസ്റ്റാൻഡ്? കർത്താവിന് തന്നെ അറിയാം how much opportunity we have. നമുക്ക് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയാം. God knows that we have only one chance, ഇല്ലേ? ഈ ഒറ്റ ചാൻസ് 100% ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായി, 100% എഫക്റ്റീവ്നെസ്, 100% 100% എഫക്റ്റീവ്നെസ്സാ, 100% പെർഫെക്ഷൻ. നമുക്ക് പെർഫെക്ഷൻ ഉണ്ടോ? ഇല്ല. ആരകത്തിരുന്ന് പെർഫെക്ഷൻ? ക്രിസ്തു. യെസ്, പരിശുദ്ധാത്മാവ് പെർഫെക്റ്റ് ആയവനകത്തുണ്ട്, ഇല്ലേ?
ഗ്രേറ്റർ വണ്ണകത്തുണ്ട്. അവിടെ പെർഫെക്ഷൻ നമ്മളിൽ കൊണ്ടുവരുന്ന ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. എഫക്റ്റീവ്നെസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. നമുക്കറിയാം നമ്മൾ എഫക്റ്റീവ് അല്ല, നമ്മൾ പെർഫെക്റ്റ് അല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഇതിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാത്തത് പുറത്തു വരും. ആണോ? നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സംഗതി നമ്മളിൽ കൂടെ പുറത്തു വരും. നമുക്കറിയാം ഈ കല്ലെറിഞ്ഞ ഇത് എന്തോ ചാൻസ് ഉണ്ട് ഇത് കറക്റ്റ് അവിടെ ചെന്ന് കൊല്ലുമെന്ന്. ഇതിന്റെ സ്പീഡ് ഇത് കറക്കുകയല്ലേ, കറക്കിയിട്ടാണ് ഇത് റിലീസ് ചെയ്ത്. കറക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്പീഡ് എത്രമാത്രം വേണമെന്ന് നമുക്കറിയാവോ? എത്രാമത്തെ കറക്കിനാണ് ഇത് വിടേണ്ടത് നമുക്കറിയാവോ? എത്രാമത്തെ കറക്കിന് ഇത് വിട്ടു കഴിഞ്ഞാൽ ഈ കല്ല് ഇത്ര സ്പീഡിൽ പോവും എന്നൊക്കെ നമുക്കറിയാം. ഈ കാൽക്കുലേഷൻ വരെ നമുക്കുണ്ടോ? ഇല്ല. ഈ കല്ല് എങ്ങനെ ഇതിങ്ങനെ ചെന്ന് അവിടെ ചെന്ന് കറക്റ്റ് സ്പോട്ടിൽ കൊള്ളും എന്നുള്ള കാൽക്കുലേഷൻ നമുക്കറിയാമോ? ഇല്ല. നമ്മൾ ഉന്നമൊക്കെ വെച്ച് എത്ര പേര് മാവേല എറിഞ്ഞിട്ടുണ്ട്? അല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ എറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു 99.99% ആദ്യത്തെ ഏറിന് മാങ്ങ വീണിട്ടില്ല. കാര്യം ആദ്യത്തെ ഏറെ ഏതോ ശിഖരത്തെ പോയാ കൊണ്ടേ. സോ ഹ്യൂമൻ ഫ്രെയിൽറ്റിയാ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഹ്യൂമൻ ഫ്രെയിൽറ്റി ഒരു സൈഡില്, ഇപ്പറേ ഡിവൈൻ പെർഫെക്ഷൻ. ഹ്യൂമൻ ഫ്രെയിൽറ്റിയിലോട്ട് എന്തോ കയറി വന്നു, ഡിവൈൻ പെർഫെക്ഷൻ കയറി വരുന്നുണ്ടെ പിന്നെ പ്രോബബിലിറ്റി ഒന്നും ഇല്ല. അത് നടക്കുമോ നടക്കത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷെ അറിയത്തില്ല. നോ 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 അങ്ങനെ പറയല്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞേച്ച് മേ ബി മേ നോട്ട് ബി പറയല്ലേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അതിനകർത്തം നമുക്ക് ഫെയ്ത്തിൽ എത്തിയിട്ടില്ല. ഇപ്പം നമ്മള് വിഷയം മാറിപ്പോയി ഇല്ലേ? പറഞ്ഞു ഇപ്പം നമ്മൾ അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂലോട്ടാണ് കിടക്കുന്നത് ഇല്ലേ? നമ്മൾ പറയുന്നത് പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോയി പക്ഷയ്ക്കകത്ത് ഉറപ്പില്ല. ഈ ഡിവൈൻ പെർഫെക്ഷൻ ഹ്യൂമൻ ഇന്നബിലിറ്റിയിലോട്ട് കടന്നു വരാൻ അനുവദിച്ചിട്ടില്ല. അനുവദിച്ചെങ്കിൽ നമ്മൾ എന്നാ പറയും? ദാവീദ് പറഞ്ഞാൽ, ഇന്ന് നിന്നെ ഞാൻ കൊന്ന് നിന്റെ തല വെട്ടി ഞാൻ നിന്നെ ആകാശത്തിലെ പറവകൾക്കും ഈ വഴിയിലെ പട്ടിക്കും കൊടുക്കും. ഐ വിൽ ഗീവ് യു ഓവർ ടു ദ. ഗോലിയാത്ത് പറഞ്ഞതിന്റെ ഒരു ലെവലൂടെ കൂട്ടി പറഞ്ഞു. ഗോലിയാത്ത് പറഞ്ഞാടാ നിന്നെ ഞാൻ ഇന്ന് ഒന്ന് പട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. നിന്നെ ആകാശത്തിലെ പറവയ്ക്കും പട്ടിക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതാ ഒരു ലെവലൂടെ കൂട്ടി പറഞ്ഞു. കാര്യം എന്നാ? അത്ര ഉറപ്പാ. ഞാൻ രണ്ട് കോൺഫിഡൻസ് നമ്മൾ നോക്കണം. ഗോലിയാത്തിന്റെ കോൺഫിഡൻസ് എന്തുവാ? അവനറിയാം ഈ 10, 16, 18 വയസ്സുള്ള പീക്കിരി പയ്യനെ ഒറ്റ ചവിട്ട് കൊടുത്താൽ കൊല്ലാമെന്ന്. അതാ എന്നാ കോൺഫിഡൻസാ? അവന്റെ ബലവും അവന്റെ മസിലും അവന്റെ സ്ട്രെങ്ത്തും ലോകത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ലോകം പോകുന്ന കണ്ടിട്ടുണ്ടോ? ലോകം അവരുടെ കോൺഫിഡൻസാ പോകുന്നത്. അവർക്ക് ചില കഴിവുകളുണ്ട്. അവർ പറയും ഞങ്ങൾ ഇത് സംഭവിപ്പിക്കും, നടത്തും. അവരെന്നിട്ട് ഒത്തിരി കാര്യം നടത്തുകയും സംഭവിപ്പിക്കുകയും ചെയ്യും. കാര്യം എന്നാ? അവരുടെ കഴിവില്ല. നമ്മൾ ലോകമല്ല, നമ്മൾ ദൈവമക്കളാ. നമ്മൾ ഇങ്ങോട്ട് മാറി എന്ന് വെച്ച് പറയും നോ ദിസ് വിൽ ഹാപ്പൻ. കാര്യം എന്നാ? എടാ നിന്നെ കണ്ടിട്ട് അങ്ങനെ നടക്കുന്ന സംഭവം ഒന്നും തോന്നുന്നില്ലല്ലോ. നീ വെറും എവിടുന്ന് വന്നവനാടാ? വേർ യു കം ഫ്രം? നോ നോ നോ, ഐ ഹാവ് കോൺഫിഡൻസ് ബിക്കോസ് ഓഫ് ദ വൺ ഹൂ ഇസ് ഇൻ മീ. എന്നിലുള്ളവനാ എന്റെ ഉറപ്പ്. എനിക്ക് അവൻ ഉറപ്പ് തന്നിരിക്കുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. എനിക്ക് ഉറപ്പ് തന്നിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഞങ്ങള് ഡാളസിൽ നിന്നുകൊണ്ട് താമസിച്ച് ഞങ്ങൾ ഡാളസിലെ വെതർ മൊത്തം മാറ്റുക. ഞാൻ പറഞ്ഞു എക്സ്ട്രീം ഹീറ്റ്. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഞാൻ ഗൾഫിലാന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം ഒരു 3-4 വർഷം മുമ്പേ 110, 108 പൊരി വെയിലെന്ന് പറയാം. പൊരി വെയിൽ, വെള്ളമൊക്കെ പറ്റിപ്പോയി. ലേക്കെല്ലാം താന്നുപോയി. ഈ വർഷമൊക്കെ ലേക്ക് ഓവർഫ്ലോ ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഇവിടെ വരൾച്ച പാടില്ല, എക്സ്ട്രീം ഹീറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഓക്കെ, സമ്മറിൽ ഹീറ്റ് ഉണ്ട്, അത് നോർമൽ ഹീറ്റ് മതി. വിന്ററിൽ കോൾഡ് ഉണ്ട്, നോർമൽ. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇവിടെ നമുക്ക് ബ്ലിസേർഡ് വേണ്ട. പറഞ്ഞു മനസ്സിലായോ? നോർമൽ സ്ലോ നമുക്ക് ഫങ്ഷൻ ചെയ്യത്തക്ക. നമ്മളെ നോർമലായിട്ട് ഫങ്ഷൻ
എല്ലാ സ്ഥലത്തും ദൈവം അതിൻ്റെ ഒരു ക്ലൈമറ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനെ എക്സ്ട്രീം ആക്കുന്ന എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരായി നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ എല്ലാ വർഷവും പ്രാർത്ഥിക്കുക. നോ എക്സ്ട്രീം ക്ലൈമറ്റ്, നോ എക്സ്ട്രീം വെതർ, നോ എക്സ്ട്രീം ഹറിക്കെയിന്, ടൊർണേഡോ ഒക്കെ വരും. നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങ് നിർത്തുക എന്നുള്ള. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ. യു ലിസൺ ടു മീ. നമ്മൾ വീട് മേടിക്കുക അല്ലേ? നമ്മൾ വീട് മേടിച്ച് നമ്മൾ അധ്വാനിച്ച് we work hard, we earn money and we buy a house ഇല്ലേ? അത് ഇത്ര വർഷം മോർഗേജ് കൊടുത്തേച്ച് നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് മേടിച്ച വീട് പിശാച് വന്ന് കാറ്റി പറത്താനായിട്ട് അവനെന്തോ അധികാരം ഇല്ലേ? ആ പന്നം വന്നേച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട് കാറ്റി പറത്തണമെന്ന് അവൻ എന്തോ അധികാരമെന്ന് പറ നിങ്ങൾ എന്നോട്. He doesn't have any right. You understand? അത് ഹറിക്കെയിൻ അല്ല, ടൊർണേഡോ അല്ല, എന്തോ വന്നാലും അവന് അധികാരമില്ല. നീതിമാന്റെ അവകാശത്തിന് മേലെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. The scepter of the wicked will not rest upon the inheritance of the righteous. അത് ദൈവം എനിക്ക് അവകാശമായിട്ട് തന്നതാ, ഈ ഭൂമിയിൽ അനുഗ്രഹമായിട്ട് തന്ന. The blessings of the Lord maketh rich, it will not add any sorrow. ഞാൻ പറഞ്ഞു പോടാ പിശാചേ, ടൊർണേഡോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടൊർണേഡോ എൻ്റെ വാതിൽക്ക് വരത്തില്ല, ഈ സ്ട്രീറ്റിൽ വരത്തില്ല. No, it cannot come into my house, it cannot touch my house. ഇതാ നമ്മുടെ ഉറപ്പ്. ഇത് ഉറപ്പാ. ഈ ഉറപ്പിൽ നിന്നോണ്ടാ കൽപ്പിക്കുന്നത്. പോടാന്ന് പറഞ്ഞു, ചത്തുപോകാൻ പറഞ്ഞു. അത് അപ്പ ചത്തു വീണു, താഴെ വീണത്. വെതർമാൻ പറയാ ഈ ഡിസപ്പിയർഡ്. യെസ്, ഡിസപ്പിയർ ചെയ്യും. സോ നമ്മൾ മനസ്സിലാക്കിക്കോണം, ചില കാര്യങ്ങൾ നമ്മൾ പറയും നമുക്ക് വിശ്വാസം, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പാസ്റ്റർ ശരിയാണ്, വചനത്തിൽ ശരിയാണെന്ന് നമ്മൾ പറയുക. ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാ, ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷേ അതെന്തോ പക്ഷേ, പിന്നെ ഈ പക്ഷേ എവിടുന്ന് വന്നെന്നുള്ള മനസ്സിലായോ? പക്ഷേ എവിടുന്ന് വന്നു? അത് നമ്മൾ തന്നെ നമ്മളെ ചോദ്യം ചെയ്യണം. കർത്താവേ, വേർ ഇസ് ദിസ് തിങ് കമ്മിങ് ഫ്രം? കാരണം എൻ്റെ അകത്ത് എവിടാ നീ പറഞ്ഞതിനകത്തൊരു ഉറപ്പില്ല. കാരണം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞതിനകത്ത് എൻ്റെ അകത്ത് എവിടാ ഒരു ഉറപ്പില്ലാത്ത? എന്നെ കാണിച്ചു തരണം. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവമായിട്ടിരിക്കുന്ന ഞാൻ പറയും, കർത്താവേ എനിക്ക് എവിടാ ഉറപ്പില്ലാത്ത നീ പറഞ്ഞ കാര്യത്തിൽ? വേർ ആം ഐ നോട്ട് കൺവിൻസ്ഡ്? വേർ ഐ ആം നോട്ട് ഏബിൾ ടു ബിലീവ്? ഓക്കെ, നീ എന്നെ കാണിച്ചു തരണം. എനിക്ക് അവിടെ കറക്റ്റ് ചെയ്യണം. ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ വി വാണ്ട് കറക്ഷൻ, ചേഞ്ച് വേണം ഇല്ലേ? ഈ ചേഞ്ച് എന്ന് പറയുന്നത് കറക്ഷൻ ഇല്ലാതെ ചേഞ്ച് ഉണ്ടാകുമോ? ഇല്ല. ഇപ്പം ശരി പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലോട്ട് കയറുന്നുണ്ട് ചേഞ്ചാ. ശരിയാണോ? പ്രൊമോഷൻ അല്ലേ? പ്രൊമോഷൻ വന്നിട്ട് ചേഞ്ച്, എൻവയറമെന്റ് ചേഞ്ച് ചെയ്തു. ഈ ചേഞ്ചിലോട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ പ്രൊമോഷനിൽ നമ്മൾ സക്സസ്ഫുൾ ആകത്തില്ല. We will not become successful in our promotion unless and until we are willing to give ourselves into that change. ഈ ചേഞ്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ശരിയല്ലേ? കാരണം ഈ ഒരു കൊച്ചു കുഞ്ഞിനെ, സ്മോൾ ബേബിയെ നമ്മൾ പഠിപ്പിക്കുക, എടാ മോനെ നീ ശരിയായിട്ട് ഇങ്ങനെ ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവൻ പഠിക്കുന്നതിനനുസരിച്ച് അവൻ ഗ്രോ ചെയ്യുക ഇല്ലേ? സോ ഈ പഠിക്കുന്നതിനനുസരിച്ച് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അവൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹീസ് കറക്റ്റിംഗ് ഹിസ് വേസ്. ശ്രദ്ധിച്ചു കേട്ടോണം, നമ്മൾ മരിക്കുവോളം നമ്മുടെ വഴികളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മരിക്കുവോളം we must bring correction into every area of our life, which will bring change ഇല്ലേ? ചേഞ്ച് എന്തുണ്ടാകും? ഗ്രോത്ത് ഉണ്ടാകും. ഗ്രോത്ത് ഇല്ലേ? ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ഉണ്ടാകും. ഗ്രോത്ത് വിൽ ബ്രിങ് പ്രൊമോഷൻ വിൽ ബ്രിങ് എക്സോൾട്ടേഷൻ, ഓണർ. ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. We must have to give ourselves to the Holy Spirit so that He can bring about the correcting. എൻ്റെ ജീവിതത്തിലുള്ള കറക്ഷൻ കടന്നു വരണം. കറക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് ചേഞ്ച് ഉണ്ടാകും. When I am corrected, I am ഇങ്ങനല്ല ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടേ ഇല്ലേ? ശ്രദ്ധിച്ചോട്ടെ, നല്ല ആശാരി അല്ല, നല്ല മെയ്സൺ, നല്ല ടെക്നീഷ്യൻ, പ്ലംബർ,
ഞാൻ പൈപ്പ് നന്നാക്കാൻ പോകുന്നുണ്ട്, എനിക്ക് പൈപ്പ് നന്നാക്കുന്നതിനെ കുറിച്ച് അറിയത്തില്ല. എന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് തൽക്കാലത്തേക്കൊന്ന് ഇതിനെ റെഡിയാക്കി വെക്കാമെന്നാണ് നോക്കുന്നത്. കാരണം ഈ ശരിയായിട്ടുള്ള പ്ലംബർ വന്നുണ്ടെങ്കിൽ അവനെന്ത് പറയും? അയ്യോ സാറേ, ദിസ് ഇസ് നോട്ട് എ വേ ടു ഡു, ദിസ് ഇസ് നോട്ട് എ വേ ടു ഡു ഇറ്റ്. കർത്താവ് നമ്മളെ കാണിച്ചു തരുന്നത് അങ്ങനെ. മോനെ, ലൈഫിന്റെ കാര്യങ്ങൾ ഇങ്ങനല്ല ചെയ്യണ്ടേ. ദിസ് ഇസ് നോട്ട് എ വേ ടു ഡു ഇറ്റ്. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ഇറ്റ്. അങ്ങനെ ഞാൻ പറയാം, കർത്താവെ കാണിച്ചാ. എന്നാൽ ഞാൻ അവൻ ചെയ്യുന്ന എന്തോ ചെയ്യും. അവൻ ചെയ്യുന്ന ശ്രദ്ധിച്ചു നോക്കും. അവൻ ചെയ്തോണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത മൊത്തം പൊട്ടത്തരമായി മനസ്സിലായി. സി, ഞാൻ ശ്രദ്ധിക്കുമ്പോഴേ ഉള്ളൂ. കാരണം എന്തോ വേണം, നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. വി ഹാവ് ടു ഗിവ് പേ അറ്റൻഷൻ ടു ദ സ്പിരിറ്റ്, പേ അറ്റൻഷൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശ്രദ്ധ അതിലോട്ട് കൊണ്ടുവരണം. നമ്മുടെ ശ്രദ്ധയെ മാറ്റി, കാരണം ഞാൻ എങ്ങനെയാ ചെയ്തേ? അവൻ പഠിച്ചത് വന്ന് ചെയ്ത അല്ലേ? ഹീസ് എൻ എക്സ്പെർട്ട്, ഹീസ് ട്രെയിൻഡ്, എക്യുപ്ഡ് ആള്. അവൻ പഠിച്ച വന്ന് ചെയ്തു. ഞാൻ പഠിക്കാത്തവൻ ചെയ്തു അല്ലേ? പഠിക്കാത്തവൻ ചെയ്തോണ്ടേ അത് ശരിയായില്ല. പഠിച്ചവൻ ചെയ്തപ്പോ അത് ആണേ. നമ്മള് എന്ത് ചെയ്യണം? we should be willing to be taught. 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞല്ലോ. 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടല്ലേ 3ൽ പോയേ? ശരിയാണോ? എന്നാൽ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചില്ലേലോ? പോത്തില്ല. Very simple. You cannot be promoted to the 3rd grade if you have not learned what you need to learn in the 2nd grade. ആത്മീയത്തിലും അങ്ങനെ. നമ്മളിപ്പം നിൽക്കുന്ന ഗ്രേഡില് ദൈവം നമ്മളെ എന്തൊക്കെ പഠിപ്പിക്കുന്നു, അത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക്, അടുത്ത ഗ്രേഡിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. You agree? See, നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. When we learn, we understand. നമ്മൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പ്രൊമോട്ടഡ് ആകും അല്ലേ? സോ നമ്മുടെ ആത്മീയ മെച്യൂരിറ്റി, നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റിയെ നമ്മൾ തന്നെ റൈസ് ചെയ്യണം. നമ്മൾ വി ഹാവ് ടു റൈസ് ഇറ്റ് അപ്പ്. ആമേൻ, ഹല്ലേലൂയ. യെശയ്യാ 55 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മൈ തോട്ട്സ് ആർ നോട്ട് യുവർ തോട്ട്സ്. നമ്മൾ ഒരു വിഷയത്തിന് മേൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ശരിയാ, അങ്ങനെയൊക്കെ വചനത്തിൽ പറയുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ചിന്തയാ. അങ്ങനെ വചനത്തിൽ പറയുന്നത് ഈസ് ഗോഡ്സ് തോട്ട്സ്. പാസ്റ്റർ ശരിയാണ്, വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്നാലും എവിടുന്ന് വന്നു? ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ വി ഹാവ് ടു ക്വസ്റ്റ്യൻ, എവിടുന്നായി എന്നാലും എന്നുള്ള സംഗതി വന്നേ? ദാറ്റ് മീൻസ് ഐ ആം നോട്ട് സെറ്റിൽഡ് ഇൻ വാട്ട് ഗോഡ് ഈസ് സെയിങ്. കർത്താവ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ സെറ്റിൽഡ് അല്ല. അപ്പം ശ്രദ്ധിച്ചു നോക്കണം. ഞങ്ങൾ തിരുവല്ലയിൽ ഞാൻ താമസിക്കുന്ന സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിലാണ്. റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന പണ്ട് ഞങ്ങളുടെ സ്ഥലമായിരുന്നു. അന്ന് ട്രെയിനൊക്കെ കഴിയും. അങ്ങനെ വർഷങ്ങളായിട്ട് കേൾക്കുന്നത് എന്നാണെന്നറിയോ? ഈ വിസിൽ എന്തോ വിസിലാണെന്നറിയോ? ആ വിസിൽ കേൾക്കും. ആ വിസിൽ കേൾക്കുന്നുണ്ടെ അറിയാം എന്തോ വരുന്നേ? ട്രെയിൻ വരുന്നുണ്ട്. എന്തോ ട്രെയിനാ വരുന്നേ? പഴയ കൽക്കരി തീവണ്ടി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞോണ്ടേ വേറൊരു വിസിൽ കേട്ടപ്പോ നോക്കിയോണ്ടേ ഭയങ്കര നീളത്തിലൊരു ഇഞ്ചൻ വന്നു. അത് വെളിയിൽ നിന്നെങ്ങാണ്ട് ഇമ്പോർട്ട് ചെയ്ത് ഇഞ്ചന. അവന്റെ ശബ്ദം കുറച്ചുകൂടെ ബേസ് സൗണ്ടിലാണ് അവൻ വിസിലടിക്കുന്നത്. 1-2 ദിവസം കഴിഞ്ഞോണ്ടേ വീട്ടിനകത്തിരിക്കുന്നുണ്ടെ അറിയാം ഇപ്പൊ ഏത് സംഗതിയാ വന്നതെന്ന്. ഇറങ്ങി നോക്കണ്ട. അല്ല, ഡീസൽ അല്ല, ഇത് മറ്റേ സ്റ്റീം എഞ്ചിൻ തന്നെ, വലുത്. അവന്റെ വേറെ വിസിൽ വേറെയാ. കുറെ കഴിഞ്ഞോണ്ടേ ഉണ്ടല്ലോ പാന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടു. ആദ്യമേ കേട്ടോണ്ടേ ഇറങ്ങി ചെന്ന് നോക്കി കഴിഞ്ഞോണ്ടേ മനസ്സിലായി, ഇത് കരിയും പോയി, തീയും പോയി, പുകയും പോയി, ഇതെന്റെ ഡീസൽ എഞ്ചിൻ വന്നു. ഇപ്പൊ വീട്ടിനകത്ത് ഇരിക്കുമ്പോ തന്നെ നമുക്കിത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാം, തിരിച്ചറിയാം ഇല്ലേ? എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞേ? വി ഗോട്ട് യൂസ്ഡ് ടു ഹിയറിങ് ഇറ്റ്. അത് കേട്ട് നമുക്ക് മനസ്സിലായി, നമ്മുടെ അകത്തൊരു തിരിച്ചറിവുണ്ടായി ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ വചനം കേട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് തിരിച്ചറിവുണ്ടാകും. ഇത് നമ്മളോട് പറയുന്നത്, എന്തോ ആ സംഭവം വരുന്നേ.
എന്തുവാന്ന് നമുക്ക് ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കും, ഇറങ്ങി നോക്കാതെ. മനസ്സിലായോ? പുറത്തിറങ്ങി ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അകത്തറിയാം എന്തുവാ ഇതാ സംഭവം എന്ന്. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പ് അകത്ത് വന്നു. ഇത് പഴയ എഞ്ചിനാണ്, ഇത് പുതിയ സ്റ്റീം എഞ്ചിനാണ്, ഇത് ഡീസലാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ട് നല്ല വേറൊരു സൗണ്ടാ, ഇലക്ട്രിക്. ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്യാം ഇല്ലേ? എത്രമാത്രം നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം ഭൗതികമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എൻവയറമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് നല്ല നല്ല വെളിവാ അല്ലേ? ആണോ? അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞേ, എടാ നീ പറയും മഴക്കോട് കാണുന്നുണ്ട്, ഇപ്പൊ മഴ പെയ്യാൻ പോവാ, പക്ഷെ യു ആർ നോട്ട് ഏബിൾ ടു ഡിസേൺ സ്പിരിച്വൽ തിങ്സ്. അവിടെ നമ്മള് പുറമേ ഉള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ലേ? വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഔട്ട്സൈഡ് വെരി ക്ലിയർലി. എന്നാൽ ഞാൻ ആത്മാവിലങ്ങ് പോവാ. ഞാനിതൊക്കെ അങ്ങ് പോയി. സോ യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം. നമ്മളെ ഈ തിരിച്ചറിവിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഉറപ്പിച്ച് നമ്മളെ ബിലീവ് ചെയ്യിച്ച് നമ്മളെ വിശ്വാസിയാക്കുക. നമുക്കെല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയുന്നത്, അതാ നമ്മളെന്ന് പറയുന്നത്, നമ്മൾ ഇൻക്ലൂഡിങ് മീ. നമുക്ക് എല്ലാവർക്കും ഒരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ? എന്തുവേലും സംഭവിച്ചില്ലേ നമ്മളെ നോക്കത്തില്ല, പിന്നെ അന്ന് പ്രാർത്ഥിച്ച പുള്ളിയെ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്തിൽ എന്തുവേലും ഒരു എക്സ്ക്യൂസ് ഉണ്ടോ എന്ന് നോക്കും. വചനത്തിൽ എക്സ്ക്യൂസ് ഉണ്ടോ? യേശുക്രിസ്തു തന്റെ സ്വന്തം ദേശത്ത് വലിയ അത്ഭുതമൊന്നും അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ശരിയാ, ഒരു കണക്കിന് ശരിയാ. കാര്യം ഹൃദയം കഠിനപ്പെട്ടു പോയോണ്ടാ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ്. ഒരു കണക്കിന് ശരിയാ. അത് സ്വന്തം ദേശത്തൊന്നും ചെയ്യാൻ പറ്റാഞ്ഞ അവരുടെ ഹൃദയം അതും നമ്മൾ വിളിച്ചു പറയല്ലേ. കാരണം നമ്മൾ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാന്ന് പറയാ, നമ്മൾ തന്നെ പറയാ ഞാനും ആ കൂട്ടത്തിലാന്ന്. ഏതാ? ഇല്ല, നമ്മൾ യോശുവാന്റെ കാലേബിന്റെ കൂട്ടത്തിലുള്ളവരാ. നമ്മൾ ബാക്കി ആത്മീയ കോളത്തിൽ തന്നെ വലിയൊരു കൂട്ടം കാണും. ഏതാ? എന്നാലും പിന്നെ പക്ഷയൊക്കെ പറയുന്ന കൂട്ടം. ആ കൂട്ടത്തിൽ നമ്മൾ വേർപിരിയണം. നമ്മൾ പെർമനന്റ് ആയിട്ട് റിസൈൻ ചെയ്യണം. ആ പോസ്റ്റ് നമുക്ക് വേണ്ട. നമ്മൾ ഉറപ്പുള്ള, ഇങ്ങനെ പറഞ്ഞ യോശുവയോട് പറഞ്ഞ എടാ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. Be strong and be courageous. As I was with Moses, I will be with you. ഒറ്റ വാക്കിന്റെ പറഞ്ഞു. അവൻ അത്ര വലിയ ഉറപ്പുള്ളതെന്നാൽ അല്ലേ? പക്ഷെ അവനൊരു കാര്യം ചെയ്യുമായിരുന്നു, ഇങ്ങനെ പോയി വാച്ച് ചെയ്യും. ആരെയും വാച്ച് ചെയ്യും? മോശയെ നോക്കും. മോശയകത്ത് പോകുന്നുണ്ട്, പുള്ളി പുറത്തേക്ക് ഇങ്ങനെയൊക്കെ നോക്കി. കാരണം ചിലതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ നമ്മൾ ഈ ആത്മീയത്തിൽ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മളോട് പറയുകയാണ് നീ അതാന്ന് പറയും. എന്നാ പിന്നെ നമ്മൾ ശപ്പം ചെയ്യുക. പിന്നെ നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, കാര്യമില്ല. എടാ ആര് വന്നാലും വന്നില്ലേലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ സേവിക്കും. ഇതിപ്പം ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളത് ഇവിടെ വിഷയമല്ല. ആരെന്തോ പറഞ്ഞു ആരെന്തോ പറഞ്ഞില്ല എന്നുള്ള വിഷയമല്ല. ഞാനും എൻ്റെ കുടുംബവും വി ആർ ഓൺലി അസോസിയേറ്റിംഗ് വിത്ത് ഗോഡ്. ഈ ദിവസങ്ങളില് നമ്മൾ അങ്ങനെ നിന്നാൽ, സ്വതന്ത്രം അങ്ങനെ നിന്നാലെന്നല്ല, നമ്മൾ അങ്ങനെ നിൽക്കും. നമ്മൾ അങ്ങനെ നിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അസാധാരണമായി ചെയ്തെടുക്കുന്ന കാണാൻ പോവാം. ഹല്ലേലൂയ. ഞാനിപ്പോ ഇവിടെ കയറി എന്ന് പറഞ്ഞാൽ വലിയ റോഡ് കാണിക്കുക, വലിയൊരു വെള്ളച്ചാട്ടമാണ് കാണിച്ച്. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഏതാണ്ടൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുക. ആമേൻ. നമ്മളെ അതിനകത്തേക്ക് ഒരുക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ. We are made ready. കർത്താവിന് അറിയാം നമ്മളെ ഒരുക്കണമെന്ന്. നിങ്ങളെന്ന് പറഞ്ഞില്ല, നമ്മളെന്നാ പറഞ്ഞ, ശരിയല്ലേ? ഞാൻ ഉൾപ്പെടെ. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ we are going to see. ആമേൻ, ആമേൻ. നമ്മള് താങ്ക് യു ജീസസ്. നമ്മൾ ഈ കണ്ട പോലെ ഈ ഡിവൈൻ പെർഫെക്ഷൻ, ഹല്ലേലൂയ,
ആരുടെ? ദൈവത്തിന്റെ ഡിവൈൻ പെർഫെക്ഷൻ. അമേൻ. അത് എന്തിനകത്തുണ്ട്? അഭിഷേകത്തിനകത്തുണ്ട്. അഭിഷേകം അല്ലേ? ശ്രദ്ധിച്ചു കേട്ടോണം. അഭിഷേകം നിന്റെ ഉള്ളിലുണ്ട്. അഭിഷിക്തനാ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അവൻ്റെ അകത്ത് അഭിഷേകമുണ്ട്. അത് ടാപ്പിൻ ചെയ്യണം. ഹല്ലേലൂയ. ഞങ്ങളെന്തോ ചെയ്യുന്നതെന്ന് അറിയോ ദേവദാസന്മാരെ? അതിനെ സ്റ്റെയർ ചെയ്യുക. അല്ല ഞങ്ങൾ വന്നേച്ച് അങ്ങോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടോ എല്ലാം തരാൻ? പൗലോസ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല തരാനുള്ളതും തന്നിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യുക? എടാ മോനെ തിമത്തി, ഞാൻ വരിക, നിന്റെ പുറത്ത് കൈ ഒന്ന് വെച്ച് ഇതിനെ ഒന്ന് എൻ്റെ അകത്തൊരു അഭിഷേകമുണ്ട് നിന്റെ അകത്തിരിക്കുന്നതിനെ ഇളക്കാൻ. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ പിടി കിട്ടുന്നുണ്ടോ? See, I have an anointing that can stir your anointing. നിന്റെ അകത്തിരിക്കുന്ന ഗിഫ്റ്റിനെ ഇളക്കാം. Amen. And it will be stirred. അതൊരു പ്രോഫറ്റിക്കൽ വേർഡാ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അണേ ഈ ദാവീദിന്റെ അവന്റെ അകത്തെ ആ ഫ്രെയിൽറ്റി, ഇംപെർഫെക്ഷൻ ഇല്ലേ, ഈ കല്ലിനെ അവിടെ എത്തിക്കാനുള്ള യാതൊരു കഴിവും ഇല്ല. ഇതിനെ ഇത്ര ഫോഴ്സി വിടാനോ പവറി വിടാനോ ഇതിന്റെ എത്ര കറക്കണമെന്നോ ഒന്നും ഒരു ലക്കില്ലാത്ത ഒരു പയ്യൻ ഇല്ലേ. നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, ഇവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവൻ ഈ കല്ലെറിഞ്ഞ ഈ കരടിയെ വീഴ്ത്തിയെങ്കിൽ, അല്ലെ കല്ലെറിഞ്ഞ് സിംഹത്തെ കൊന്നിരുന്നെങ്കിൽ പറഞ്ഞേനെ എനിക്ക് കല്ലെറിഞ്ഞു കൊല്ലാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദാവീദ് അവന്റെ പഴയ എക്സ്പീരിയൻസിനകത്ത് നിന്ന് എന്തോ അവന് ഒറ്റ കാര്യം കോൺഫിഡൻസ് ഉള്ളൂ, എൻ്റെ കൂടെ ദൈവമുണ്ട്. ദ ഗോഡ് ഹൂ ഈസ് വിത്ത് മീ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഈ ദൈവം കൂടെയുള്ള ദൈവം ഏത് രീതിയിലും നമ്മളെ എംപവർ ചെയ്യാം. ഏത് രീതിയിലും. ഇന്നലെ നിന്റെ കൈക്കാ ബലം തന്നെ, സിംഹത്തെ ഒറ്റ അടിക്ക് തലയെ തകർത്ത് കളഞ്ഞു അല്ലേ. ഒറ്റ ഓർത്തു നോക്കിയേ, എങ്ങനാ അത് സംഭവിക്കുന്നത്? ഒരു ഹ്യൂമൻ ബീങ്ങിന് പറ്റുന്ന കാര്യമല്ലാന്നോ? ഇല്ല. കാരണം ഇതെന്തോ ചെയ്തു, ഈ ഡിവൈൻ ഇതിനകത്തോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു വന്നു അല്ലേ. ഡിവൈൻ പെർഫെക്ഷൻ, ഡിവൈൻ സ്ട്രെങ്ത്, ഡിവൈൻ എബിലിറ്റി കംസ് ഇൻ ടു ദ ഹ്യൂമൻ. ഈ മാനുഷികമായത്തിലേക്ക് കടന്നു വന്നു ഇല്ലേ. കടന്നു വരാനായിട്ട് തുറന്നു കൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്തു, സമ്മതിച്ചു കൊടുത്തു. അവിടെ നിന്നേച്ച് ചിന്തിച്ചില്ല എനിക്കൊരു ശകലം കഴിവുണ്ട് ഈ കല്ലെറിയാൻ, ചിന്തിച്ചോ? ഇല്ല. അതെ, എൻ്റെതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ ചിന്ത മുഴുവൻ എന്തുവാ? അവനെന്നുള്ളതാ ചിന്ത, യേശു എന്നുള്ള എൻ്റെ ചിന്ത അല്ലേ. അതെ, എന്നിലുള്ളതിനെ ഒന്നും ഞാൻ ആശ്രയിക്കുന്നില്ല. എന്നിലുള്ളതിനെ ഞാൻ ആശ്രയിക്കുന്നില്ല. ആശ്രയിക്കാത്തപ്പോ എന്തോ ചെയ്തു? ഞാൻ വഴി തുറന്നു കൊടുത്തു ആർക്ക്? അവനിലുള്ളത് മുഴുവൻ എന്നിലേക്ക് വ്യാപരിക്കാൻ. അവിടെ എന്നിലേക്ക് അവനിലുള്ളത് വ്യാപരിച്ചു കഴിഞ്ഞോണ്ടേ അവൻ എന്നിൽ എഴുന്നേറ്റു ഇല്ലേ. പിന്നെ എൻ്റെ കൈയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അവൻ്റെ കയ്യിലാ. എൻ്റെ കവണയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അവൻ്റെ കയ്യിലാ. എൻ്റെ കല്ലിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അവൻ്റെ കയ്യിലാ. ഹല്ലേലൂയ. പിന്നെ എനിക്കെന്തോ ഉറപ്പാ, ബിക്കോസ് ഐ എം നോട്ട് ഇൻ കൺട്രോൾ. ഞാൻ കൺട്രോളല്ല. അതൊരു നല്ല ഒരു ബ്ലെസ്സഡ് പ്ലേസാ. ദാറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ഫെയ്ത്ത്. അതാ ഫെയ്ത്തിന്റെ സ്ഥലം എന്ന് പറയുന്നതാ. കാര്യം നമുക്കൊരു കൺട്രോളും ഇല്ല. മൊത്തം ഞാൻ പറയും, എല്ലാവരും ആത്മീയത്തിലുള്ളവർ പറയും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇല്ല, ഗോഡ് ഈസ് നോട്ട് ഇൻ കൺട്രോൾ. ഗോഡ് ഈസ് ഓൺലി ഇൻ കൺട്രോൾ ഓഫ് വാട്ട് യു ലെറ്റ് ഹിം കൺട്രോൾ. നമ്മൾ അവനെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുന്ന കാര്യം മാത്രമേ ദൈവം കൺട്രോൾ ചെയ്യത്തുള്ളൂ. അല്ലേ ഗോഡ് ഈസ് കൺട്രോൾ ഓഫ് ദി ഹോൾ യൂണിവേഴ്സ്. മനുഷ്യന്റെ കാര്യമല്ല പറഞ്ഞേ, അതുകൊണ്ടല്ല മനുഷ്യന് ഫ്രീ വില്ല് തന്നെ. ബാക്കി കാര്യങ്ങള് നമ്മളിൽ കൂടെ ചെയ്തെടുക്കാനാ. നമ്മൾ കൺട്രോൾ കൊടുത്താൽ എപ്പോഴും നമ്മൾ കാണുമ്പോ ഈ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരും, ലെറ്റ് ഗോഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ്. ലെറ്റ് ഗോഡ് ഡ്രൈവ് യോ, ഒരു കാറിന്റെ സ്റ്റിയറിംഗ് ഒക്കെ കാണിച്ചിട്ട് ഡു നോട്ട് ഡ്രൈവ്, ലെറ്റ് ഹിം ഡ്രൈവ്. നമുക്ക് എന്നാലും ഒരു ഉറപ്പില്ല. നമ്മളിപ്പറ എൻ്റെ ഭാര്യ റൈറ്റ് സൈഡിലിരിക്കും, പുള്ളിക്കാരിയും ഡ്രൈവ് ചെയ്യും, ഞാനും ഡ്രൈവ് ചെയ്യും. ചില സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു ശ്രദ്ധ തെറ്റുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ബ്രേക്ക് ചവിട്ടും, അപ്പുറം ചവിട്ടും.
വണ്ടി നിൽക്കത്തില്ല. ഞാൻ ഇവിടെ ഇവിടെ എന്നിട്ട് എന്നോട് പറയും ശ്രദ്ധിച്ചോടിക്ക്. ഞാൻ പറയും ശരിയാ, എന്നോ ഫാദർ ഐ റിപ്പന്റ്, എനിക്കൊരു വലിയ ചേഞ്ച് ഓഫ് മൈൻഡ് തരണം എൻ്റെ ശ്രദ്ധയൊക്കെ എടുത്തുന്ന. പക്ഷേ ദ തിങ് ഈസ്, അതുകൊണ്ട് അത് എന്തുകൊണ്ടാ, എന്നാൽ ചില സമയത്ത് പുള്ളിക്കാരി സുഖമായിട്ടിരുന്ന് ഉറങ്ങും. വീടെത്തിക്കഴിഞ്ഞ് കംപ്ലീറ്റ് കോൺഫിഡൻസാ, ഫുൾ ട്രസ്റ്റാ. കാര്യം എന്നാ, എന്നെ എത്തിക്കേണ്ടത് അതൊരു ആ ട്രസ്റ്റിൽ എന്തോ പറ്റുന്നേ, ഷീസ് റെസ്റ്റിംഗ്, കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുക, ഷീസ് റിലാക്സ്ഡ്. അങ്ങനെയാണോ നമ്മള് പല കാര്യങ്ങളും വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിയേ? ആർ വി റിലാക്സ്ഡ്? ആർ വി റെസ്റ്റിംഗ്? ഇല്ല. വെൻ വി ബിലീവ് വി വിൽ എൻ്റർ ഹിസ് റെസ്റ്റ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വിഷയം അതിനകത്തോട്ട് നമ്മൾ ചിന്തിക്കാം കൂടുതലായിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഈസ് ദ ജേണി. ഫെയ്ത്തിന്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഇതാ. ഇതിനകത്ത് നമ്മൾ ഇരുന്നേച്ച് വെറുതെ നമ്മൾ എക്സ്ക്യൂസ് ഉണ്ടാക്കല്ലേ. You should not make excuses when what is spoken in the word is not happening. അല്ലേ? നമ്മൾ ചിന്തിക്കണം, കർത്താവേ എവിടാ എനിക്ക് ഉറപ്പില്ലാത്ത? Where is it that I am not confident? Where is it that I am not convinced? Where is it that I need to be learning? Where is it that I need to be corrected? എവിടാ ഞാൻ കറക്റ്റഡ് ആകണ്ടേ? എനിക്ക് എവിടാ കറക്ഷൻ വേണ്ടിയേ? എവിടാ ഞാനിപ്പോൾ ഈ സെക്കൻഡ് ഗ്രേഡിൽ നിന്ന് തേർഡിലോട്ട് പോകാനായിട്ടുള്ള ചേഞ്ചസ്, തടസ്സം എവിടാ? എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റാത്തത്? എന്താണ് എന്നെ ഇതിനെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്? നമ്മൾ നോക്കുന്നുണ്ട്, നമുക്കറിയാം നമ്മുടെ ലൈഫിലെ വില്ലിങ്നെസ് ദൈവത്തിന് വഴങ്ങി കൊടുക്കാനുള്ള ആ വില്ലിങ്നെസ് നമ്മുടെ ലൈഫിൽ കാണുന്നില്ല. എന്നാൽ ദൈവ പ്രവർത്തിക്ക് ഇപ്പം ഈ ഞാൻ പറഞ്ഞത് ഈ ഡിവൈൻ എന്നുള്ളത് ഈ ഹ്യൂമനിലോട്ട് കയറി വന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള റൂമില്ല. ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഇല്ലേ? നമുക്ക് കാണാം, ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടേ. പൗലോസിന്റെ ജീവിതത്തിൽ they had that willingness to yield to the spirit. പരിശുദ്ധാത്മാവിന് വഴങ്ങി കൊടുക്കാൻ, അല്ലേ? പരിശുദ്ധാത്മാവിന് വഴങ്ങി കൊടുക്കുന്നുണ്ടേ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസും ദൈവവചനത്തിന്റെ ഇൻഫ്ലുവൻസും നമ്മളുടെ ശക്തമായിട്ട് വ്യാപരിക്കുക. നമ്മുടെ അസോസിയേഷൻ, ദൈവവുമായിട്ടുള്ള അസോസിയേഷൻ. ഞാൻ എപ്പോഴും പറയും, ഞാൻ വേറൊരു സംഗതി പറഞ്ഞു, പക്ഷേ വേറെ സംഗതി പറഞ്ഞാന്ന് വെച്ചാൽ അവർ പറയുന്ന ഇപ്പം ആത്മീയ കോളത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആത്മീയ കോളത്തിനകത്ത് ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ അവരുടെ ശ്രദ്ധ എന്തിനകത്താണെന്നറിയാം? പിശാച് എന്തുവാ ചെയ്യുന്നതിനകത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം എന്തുവാ, ബോഫാമത്തിന്റെ സ്റ്റാച്യു ഉണ്ടാക്കി അവിടെ വെക്കുന്നു. അതെത്ര 100 അടി പൊക്കത്തില് പിശാചിന്റെ സ്റ്റാച്യു ഉണ്ടാക്കി വെക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് വലിയൊരു ബഹളമാണ്. ഹോമോസെക്ഷുവാലിറ്റി അങ്ങ് സോതോമിന്നേ ഉള്ള സംഗതിയാ, ഇല്ലേ? അല്ലേ? ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ സമയം കളയാതെ, പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. If you can pray, you must pray. You must pray. Don't get involved into huge, disputes and arguments and, waste your time. പിശാചിന്റെ ഒരു തന്ത്രമാണ്. പിശാച് അവന്റെ പണി ചെയ്യുന്നു, അവൻ ചെയ്തോട്ടെ, ഇല്ലേ? അവൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എൻഡ് ടൈംസിനെ കുറിച്ച് മുഴുവൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിശാച് എന്തോ ചെയ്യാൻ പോകുന്നതെന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ചർച്ച എണ്ണീറ്റ് അതിന്റെ പുറകെ തൂങ്ങേണ്ട കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യുക. നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവസേന ഇരുന്നത് 10 പേരുടെ സുവിശേഷം പറയാമെങ്കിൽ സുവിശേഷം പറയുക. ആരെങ്കിലും വിടുവിക്കാൻ പറ്റുമെങ്കിൽ വിടുവിക്കുക. ആരെങ്കിലും തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ സൗഖ്യമാക്കുക. പോവിച്ചാതെ ചുമ്മാ സമയം കളയാൻ. Don't waste your time on such things. ഞാൻ എന്തുകൊണ്ടാ പറയുന്നതെന്നറിയാമോ? ഒത്തിരി ചർച്ചസ് ഇതിന്റെയൊക്കെ പുറകെ അങ്ങ് സമയം കളയുക. ഇതെല്ലാം കാണിച്ചു കൂട്ടി വെച്ച് എന്തോ കാണിക്കാനാ? See, our focus is not on the devil. Our focus is on God. See, we are aware of what he is doing. Bible പറയുന്നുണ്ട്, you are not unaware. We are aware very much. See, നമ്മൾ aware അവന്റെ കാര്യം. See, ശത്രുവിനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാകുന്നുണ്ടേ നമ്മളിലുള്ള ആത്മീയനെ എണ്ണീക്കണം. അതിന്റെ പുറകെ തൂങ്ങിക്കിടക്കേണ്ട കാര്യമില്ല. ഉണ്ടോ?
ഇല്ല. ദ സ്പിരിച്വൽ മാൻ ഇൻ us should rise. ഇല്ലേ? അത് തന്നെ നമ്മൾ കാണുന്നത്. ഫിലിസ്തീനിൽ നിന്ന് ഒരു ജയന്റ് എണ്ണീറ്റ് വന്ന് ചലഞ്ച് ചെയ്തോണ്ടേ ഇസ്രായേൽ മക്കളുടെ ഒരു ആത്മീയൻ എണ്ണീറ്റില്ല. ഇല്ലേ? അങ്ങനെ ഇടയവാലനായ ദാവീദിനകത്തെ ആത്മീയൻ എണ്ണീറ്റു. ഇല്ലേ? അങ്ങനെ 6 ലക്ഷം ജനങ്ങളെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതിനകത്തുനിന്ന് ഒരാത്മീയനുണ്ടായിരുന്നു, മോശ. ഇല്ലേ? ബാക്കി എല്ലാവരും പേടിച്ചും പിറുപിറുത്തും ചീത്ത പറഞ്ഞു നിന്നോണ്ടേ ഈ ആത്മീയൻ എന്തോ ചെയ്തു? ദൈവത്തെ വിളിച്ചു. അങ്ങനെ ഒരു ദേശത്തിന്റെ വിടുതലിനായിട്ട് ഒറ്റ ആത്മീയൻ എണ്ണീറ്റാൽ മതി. വൺ സ്പിരിച്വൽ മാൻ, ഒറ്റ ആത്മാവ് നിറഞ്ഞവൻ എണ്ണീറ്റാൽ ഒരു ദേശത്തെ വിടുവിക്കാം. ഇല്ലേ? See, that is what we are seeing. ഇല്ലേ? പിശാചിനെ നിരത്തി, ഇല്ലേ? ശത്രുവിനെ നിരത്തി അവനെ ഇല്ലാതാക്കി, അവനെ കൊള്ള ചെയ്ത് നശിപ്പിച്ച് ഒറ്റ ആത്മീയന. അങ്ങനെ നമ്മൾ ചിന്തിക്കണം, ഹല്ലേലൂയ, നമ്മുടെ പ്രായമോ നമ്മുടെ പരിമിതികളോ ഒന്നും ഇവിടെ വിഷയമല്ല. നമ്മൾ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ കൂടെ വലിയ കാര്യങ്ങൾ ദൈവം ഇനിയും ചെയ്യും, ഇനിയും. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒരു 81 വയസ്സുള്ളൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ പറയുന്നത് ഞാൻ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാന്നാ പറയുന്നത്. അവിടെ അപ്പച്ചൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പച്ചൻ മരിക്കത്തില്ല, നിന്നെ ദൈവം ജീവനോട് നിർത്തിച്ചിരിക്കുന്ന കാര്യം അനേകരെ വിടുവിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് എനിക്ക്. ഹല്ലേലൂയ. ഞാൻ അമേരിക്ക വന്ന 10 വർഷം മുമ്പേ വന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു അപ്പച്ചൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ആശുപത്രിയിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ ആശുപത്രിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പച്ചൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നാൽ അപ്പച്ചൻ പറയാ, എനിക്ക് ദൈവം ഇന്ത്യ എന്നൊരു ഡെലിവറൻസ് അയച്ചെന്ന്. ഞാൻ പറഞ്ഞു ഇന്ത്യ എന്നല്ല, ഇന്ത്യ എന്നൊരുത്തനെ അയച്ചു ഡെലിവറൻസ്. അങ്ങനെ നമ്മൾ ചിന്തിക്കല്ലേ, നമ്മുടെ ഏജ് ഈസ് നോട്ട് ഒരു വിഷയമല്ല. അപ്പച്ചന് ഞായറാഴ്ച എന്നുണ്ടെ വരും. ഞായറാഴ്ച എന്നുണ്ടെ വന്നേച്ച് പറയും, ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയി, ഞാനൊരു ഷർട്ട് മേടിക്കാൻ പോയതാ. അവിടെ നിന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, നിനക്ക് യേശുവിനെ അറിയാമോ? കാരണം അവളെ കണ്ടോണ്ട് വളരെ വിഷമം തോന്നി, അവളുടെ മുഖത്ത് വിഷമം തോന്നി. ഉടനെ ഞങ്ങൾ അവളോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഭാര്യയും ഭർത്താവോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവളുടെ ജീവിതം യേശുവിനായി കൊടുത്തു. ഞങ്ങൾ ബർഗർ കഴിക്കാൻ പോയി. അവിടെ ചെന്നോണ്ടെ കൗണ്ടറിൽ നിൽക്കുന്ന കൊച്ചു വളരെ സാഡായിട്ട് നിൽക്കുന്നു. എത്ര വയസ്സുണ്ട്? 81 വയസ്സ്. പുള്ളിക്കാരിക്ക് അതിലും പ്രായമുണ്ട്. അങ്ങനെ ശുശ്രൂഷയാ ഫുൾ. ഏതാ വഴിക്കോട്ടിറങ്ങിയാല് ആരെയാ കിട്ടേണ്ടത് നോക്കിക്കൊണ്ട് നടക്കും. അങ്ങനെ ആത്മാവിന് നമ്മൾ അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിക്കണം, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ബിക്കോസ് ദൈവത്തിന് ഈ ദിവസങ്ങൾ ആരെന്നൊന്നും അവൻ നോക്കുന്നില്ല. ഏതാ ആരെന്നൊന്നും? ആളിവിടെ വിഷയമല്ല, വയസ്സ് വിഷയമല്ല, നമ്മുടെ കഴിവ് വിഷയമല്ല. അതൊന്നും ദൈവത്തിന് വേണ്ട. ഞാൻ ഈ വിശ്വാസത്തിലോട്ട് വന്നേ, ഞങ്ങളൊക്കെ പഴയ CSI വിശ്വാസത്തിൽ നിന്ന് വന്നവരാ. വലിയ പാട്ടുകാരാ. അങ്ങനെ പാട്ട് പാടി തകർക്കുന്ന പുള്ളികളാണ്. എൻ്റെ ഫാദർ കൊയർ മാസ്റ്ററാണ്, 48 വർഷം കൊയർ മാസ്റ്ററാണ്. അങ്ങനെ പാട്ട് പാടി ഒരു പരുവായി. ഏതാ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ആത്മീയത്തിലോട്ട് വന്ന് കയറിയപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ പാടിക്കളയാന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്ന് കയറി, എൻ്റെ കൂടെ അന്ന് ബേസ് ഗിറ്റാർ വായിക്കുന്ന പുള്ളിക്കാരനാ എൻ്റെ പാസ്റ്റർ. എന്നാൽ എന്നോട് പറഞ്ഞു, എന്നെക്കാൾ വിളയതാ, എന്നോട് നീ കീഴ്പ്പെട്ട് അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പയ്യപ്പോയി ഒരു കസേര പോയി അവിടെ ഇരുന്നു. മറ്റേ ഞാൻ ഈ പുള്ളിയെ കൊണ്ടല്ല ചെയ്യിക്കുന്നത്. ഏതാ നമ്മുടെ ഗ്രൂപ്പിലെ ബേസ് വായിക്കുന്ന പാർട്ടിയാ. ഞാൻ പാടാന്ന് പറഞ്ഞാൽ പാടും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കും, വായിക്കാൻ പറഞ്ഞാൽ വായിക്കും. ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളവിടെ ഇരിക്കുക, അവിടെ പോയി ഉണ്ടാകുന്ന പുള്ളി പറയുന്നത് കേട്ടോണ്ടിരിക്കുക. അങ്ങനെ ഒരു കുറച്ച് ഞാൻ വിചാരിച്ചു ഈ പുള്ളി എന്നോട് പാടാൻ പറയാത്ത. കുറച്ച് കഴിഞ്ഞ പുള്ളി പറഞ്ഞു ഒരു ഗിറ്റാർ തന്നു, എന്നിട്ട് പറഞ്ഞു കൊട്ടിക്കോളാൻ പറഞ്ഞു. ഒരു മൈക്കും വെച്ച് തന്നു. എന്നിട്ടും പാടിച്ചില്ല. എന്നാൽ ഗിറ്റാറും ഒക്കെ കൊട്ടി സൈഡിലിരുന്നു. കുറച്ചു നേരം സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൈക്ക് കൊണ്ട് മുന്നിൽ വെച്ച് തന്നു, പാടിക്കോളാൻ പറഞ്ഞു. എന്നാൽ പാടി. എന്നാൽ കുറെ പാടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നി മറ്റേ നമ്മളെ CSIയിലൊക്കെ പാടിയ പോലെ, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി പാടാമെന്നും പറഞ്ഞിങ്ങി ഇറങ്ങി. ഞാൻ നിനക്ക് വേണ്ടി പിന്നെ തകർത്ത് കളയും. ഇപ്പൊ പാടി കർത്താവിന് വേണ്ടി പാടി അങ്ങ് തീർത്ത് കളയാന്ന് പറഞ്ഞ് ഒരു വാശിയോടെ ഇറങ്ങി വന്നെ. കുറച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്റെ പാട്ടും വേണ്ട, കൊട്ടും വേണ്ട, ഒരു കുന്തവും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നിന്നെയാ വേണ്ടിയെന്ന്. I want you, not your singing, not your music, not your playing, not anything you have. നിനക്കുള്ളതൊന്നും എനിക്ക് വേണ്ട, അതൊന്നും ഇല്ലാതെ എനിക്ക് നിന്നെ വേണം.
ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമുക്കുള്ളതൊന്നും കർത്താവിന് വിഷയമല്ല. എന്തോ ഉണ്ടെന്നോ എന്തോ ഇല്ലെന്നോ ഒന്നും ഒരു വിഷയമല്ല. None of those things matter to God. Am I available? ഞാൻ വർഷിപ്പ് ടീമിനോട് സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞേ, നിങ്ങൾക്കൊക്കെ പാടാൻ നല്ല കഴിവുണ്ട്, കൊട്ടാൻ കഴിവുണ്ട്, എന്നാ എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷെ വാട്ട് ഡസ് ഗോഡ് വാണ്ട്? ദൈവത്തിന് എന്താ വേണ്ടിയേ? ദൈവത്തിനായിട്ട് ഓഫർ ചെയ്യുന്നത് എന്തുവാ? യു ഓഫർ യുവർ സെൽഫ് ടു ഗോഡ്. നീ നിന്നെ ഓഫർ ചെയ്യാതെ നിനക്കുള്ളത് ഓഫർ ചെയ്യാൻ വന്നാല് നടക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ ഓഫർ ചെയ്യണം. ഇന്ന് വൈകിട്ടത്തെ ഒരു ചിന്തയാണ് ഇപ്പൊ പറഞ്ഞ് ഞാൻ അവിടെ നിർത്താൻ പോവാ. we need to offer ourselves. അങ്ങനെ കൊടുത്തോണ്ടാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഹല്ലേലൂയ അത്യന്തപരമായി, ആമേൻ, beyond what we can ask or think, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും beyond what we can ask or think, ആമേൻ, ഹല്ലേലൂയ, or imagine, ഹല്ലേലൂയ, God is able to do. കർത്താവ് ചെയ്യാൻ ശക്തനാ, മതിയായവനാ. കറക്റ്റ്, മതിയായവനാ. He is able. നമ്മൾ കണ്ടല്ലോ, ആരുടെ എബിലിറ്റിയാ കയറി വന്ന ഇങ്ങോട്ട് ദാവീദിന്റെ അകത്തോട്ട്? ദൈവത്തിന്റെ. അവന്റെ ഒന്നും വന്നില്ല, ഫുൾ. അത് എന്തിന്റെ അകത്തുനിന്ന് വന്നു? അവന്റെ മേലുള്ള അഭിഷേകത്തിനകത്തുനിന്ന് കടന്നു, ഇല്ലേ? ആ അഭിഷേകത്തിനകത്തുനിന്ന് അത് കടന്നു വരാൻ കാരണം എന്നാ? അവന് ദൈവമായിട്ടുള്ള കവനന്റ്. ദി അനോയിന്റിങ് വർക്ക്സ് ഇൻ ദ കവനന്റ്. അനോയിന്റിങ് എന്തിലാ വർക്ക് ചെയ്യുന്നത്? കവനന്റ്. എപ്പോഴും ഓർത്തോണം, ദൈവശക്തി വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനകത്ത് നിൽക്കണം? കവനന്റിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കണം. കവനന്റിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഔട്ട്സൈഡ് ഓഫ് ദ കവനന്റ് നമുക്ക് ഈ അനോയിന്റിങ് വർക്ക് ചെയ്യത്തില്ല. കവനന്റിലാകുന്നുണ്ട് എന്തോ അതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? ഞാനും ദൈവവുമായിട്ട് അഗ്രിമെന്റില്ല. I am in agreement with what God. I am in agreement with the word of God when I am in the covenant. മനസ്സിലായോ? എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഹൃദയത്തിൽ ഉറയ്ക്കുന്നു. നമ്മളെപ്പോഴും ചിന്തിച്ചോണം, where do I stand? നമ്മൾ ദൈവമായിട്ടുള്ള കവനന്റ് ഉറച്ചു നിന്നുകൊണ്ടാണോ? So that the anointing can work. So that ദൈവത്തിന്റെ എബിലിറ്റി എന്നിലേക്ക് വന്ന് എന്നാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവപ്രവൃത്തി. What is impossible with me is made possible with God in and through me. എന്നിൽ കൂടെ അത് ചെയ്തു വരാം. മനസ്സിലായോ? ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മളെ ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് ക്ലിയർ ചെയ്യാനാ പിടികിട്ടുന്നുണ്ടോ? സോ നമ്മളിത് മനസ്സിലാക്കി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് നമ്മളെ കൂടുതലായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ. ഒന്നുമില്ലാതെ നിൽക്കുക. അതാ ഇപ്പം പത്രോസ് അവന്റെ പടകിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഇല്ലേ? ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു, ഇല്ലേ? പടകിലൊരു പ്രവൃത്തി വെളിപ്പെട്ടു, പത്രോസിലൊരു പ്രവൃത്തി വെളിപ്പെട്ടു. രണ്ടിലും വെളിപ്പെട്ടു, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ളതിൽ കൂടെ ദൈവം ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും, നമ്മളിൽ കൂടെയും വെളിപ്പെടുത്തും. ശിഷ്യന്മാർ 5 അപ്പവും 2 മീനും കൊണ്ട് 5 അപ്പവും 2 മീനിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും, ശിഷ്യന്മാരിൽ കൂടെയും വെളിപ്പെടുത്തും. ശരിയാണോ? ഹല്ലേലൂയ. മോശയുടെ കയ്യിലിരിക്കുന്ന വടിയിൽ കൂടെയും മോശയിൽ കൂടെയും ഒരു അതിനകത്ത് വലിയൊരു സംഗതിയുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കും, ആരാ ചെങ്കടല് പിളർന്നതെന്ന് ചോദിക്കുന്നുണ്ടെ പറയും, ദൈവം ചെങ്കടല് പിളർന്നു. പക്ഷെ ബൈബിൾ നമ്മൾ ശരിക്കും വായിക്കുന്നുണ്ട്, ദൈവം ആരോടാ പറയുന്നത്? മോശയോട് പറഞ്ഞടാ, നീ ആ വടി എടുത്ത് എന്ന് നീ കടലിനെ രണ്ടായിട്ട് പിളർക്കാൻ പറഞ്ഞു. ശരിയാണോ? ആരോടാ പറഞ്ഞേ? ആരാ പിളർത്തിയേ? മോശയാ പിളർത്തിയ. ആരാ പ്രവർത്തിച്ചേ? ദൈവം. മനസ്സിലാകുന്നുണ്ടോ? പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അനുസരിക്കാനായിട്ട് ദൈവത്തിന്റെ കൂടെ നിന്നു കൊടുത്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, മോശ വടി ഉയർത്തിയില്ലായിരുന്നെങ്കിൽ
ചെങ്കടൽ വളരത്തില്ല. കാര്യം മോശയിൽ കൂടെ അത് ചെയ്തെടുക്കാൻ ദൈവം ഉദ്ദേശിച്ച്. മോശ വടി ഉയർത്തി വന്ന കിഴക്കൻ കാറ്റ് വന്നു. The north wind came, east wind came, sorry. The east wind came and parted the Red Sea when Moses lifted his rod. അവിടെ നമ്മളെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക, കണ്ടിരിക്കുക അല്ലേ? നമ്മുടെ ചർച്ച് ഫിലഡൽഫിയ റിവൈവൽ ചർച്ച്. ഇവിടെ റിവൈവലിന് വേണ്ടി നമ്മളെ ദൈവം കണ്ടിരിക്കുക. ആമേൻ. ഈ റിവൈവൽ നമ്മളിൽ കൂടിയാ വരുന്നത്. നമ്മളിൽ കർത്താവ് പ്രവർത്തിക്കുന്ന കാണുന്ന ഉടനെ ആമേൻ ഈ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കടന്നു വരും. ഞാൻ എപ്പോഴും ചോദിക്കും, ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാ വരുന്നത്? അത് ദൈവം പ്രവർത്തിക്കില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നതിൽ കൂടി ഈ ദേശത്തേക്ക് ആ പ്രവൃത്തി ഇറങ്ങി വരും അല്ലേ? ഓർത്തു നോക്കിയ ഈ സുവിശേഷം ലോകമെങ്ങും പോയി പ്രചരിച്ചെങ്ങനാ? ആരാണ്ടൊക്കെ കൂടെ വായിക്കൂടെ ദൈവം പ്രവർത്തിച്ച അല്ലേ? സോ ദാറ്റ് ഈസ് ദ കീ. ആമേൻ. ഉടനെ എന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും, എന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും എന്നുള്ള ഉറപ്പോടെ നമ്മളായിരിക്കണം. യോശുവയോട് പറഞ്ഞു, ഉറപ്പും ധൈര്യവും വരാൻ. കോൺഫിഡന്റാ, നമ്മൾ കോൺഫിഡന്റാ ദൈവം അത് ചെയ്യും. ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് വന്നു? നമ്മുടെ കൺവിക്ഷനിൽ നിന്ന് വന്നു അല്ലേ? കൺവിക്ഷൻ എവിടെ നിന്ന് വന്നു? നമ്മുടെ ഇൻഫ്ലുവൻസ്, പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് അല്ലേ? അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ നിന്ന് മറ്റവരൊക്കെ പറയുന്ന നമ്മൾ എന്തിനാ കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നത്? ലോകം പറയുന്നതിനാണോ വചനം പറയുന്നതിനാണോ? വചനം പറയുന്നതിന് വെയിറ്റ് കൊടുക്കണം. അവിടെ നമ്മുടെ വലിയൊരു വിഷയം നമ്മൾ ഡീൽ ചെയ്യേണ്ട അവിടെ അല്ലേ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ലോകപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഉടനെ അസാധ്യമെന്ന് തോന്നുന്നതും അതിപ്പം നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിലും നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ആണെങ്കിലും നമ്മുടെ ഫാമിലി കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിലും അസാധ്യമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നോക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെടുക. കാരണം ഇത് ഫോക്കസ് മുഴുവൻ നമ്മളിലാണ് അല്ലേ? എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 2 പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കും. കിടന്നോട്ടെ ഒരു അതിന് കുറവ് വേണ്ട. അല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പാസ്റ്റർ, എന്നാലും ഇല്ല. എന്നാലും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി കാണത്തില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങളോട് അല്ലേ? നമ്മൾ പിന്നെ ഞങ്ങളൊക്കെ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം, ഫാസ്റ്റ് ചെയ്യാതെ പ്രാർത്ഥിക്കാം, എങ്ങനെ വേണേൽ പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവപ്രവൃത്തി കാണണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്? ഫാസ്റ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെ ഒരുക്കപ്പെടാനാ അല്ലേ? വി ആർ ഹാവിങ് ഫാസ്റ്റിംഗ് പ്രെയർ ബിക്കോസ് വി വാണ്ട് ടു ബി റെഡി. നമ്മളൊന്ന് ഒരുങ്ങണം. നമുക്കൊരു കറക്ഷൻ വേണം, ഒരു ചേഞ്ച് വേണം, നമുക്കൊരു വ്യത്യാസം വേണം അല്ലേ? നമ്മളിലുള്ള വ്യത്യാസം ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുന്നു. ആ ഇടം കൊടുക്കുന്നുണ്ട് നമ്മുടെ വിഷയങ്ങളിൽ മാറ്റം വരുന്നു അല്ലേ? അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഉപദേശിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് അതിനകത്തൊരു മാറ്റം ഉണ്ടായി. മാറ്റം ഉണ്ടായത് ആർക്കാ? എനിക്ക് മാറ്റം ഉണ്ടായതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റി, അല്ലാതെ വിഷയത്തിനല്ല മാറ്റം ഉണ്ടായത്. എനിക്ക് മാറ്റം ഉണ്ടായപ്പം എൻ്റെ വിഷയത്തിന് മാറ്റം ഉണ്ടായി. എനിക്ക് മാറ്റം ഉണ്ടാകാതെ എൻ്റെ വിഷയം മാറണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഞാൻ ആത്മീയരോടാ പറയുന്നത്. പുറത്ത് നിൽക്കുന്ന അവിശ്വാസിക്ക് മാറ്റം ഉണ്ടാകും നമ്മൾ പ്രാർത്ഥിച്ച. അത് വേറെ, അത് വേറെ ഡീലിങ്ങാ. ഇത് വേറെ ഡീലിങ്ങാ. ഇത് മക്കളുമായിട്ടുള്ള ഡീലിങ്ങാ, അത് ജാതിയുമായിട്ടുള്ള ഡീലിങ്ങാ. മക്കളുമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അല്ലെ? നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കാറി വരാൻ നേരത്തെ തന്നെ ഞങ്ങൾ സംസാരിക്കുന്ന ഇതേ വിഷയമാണ്. വി നീഡ് ടു ചേഞ്ച്. വി നീഡ് മരിക്കുന്നിടം വരെ കർത്താവെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഷിജു പാസ്റ്ററിനോട് പറയാൻ, വി വർ സിൻസിയർലി റോങ് ഇൻ മെനി തിങ്സ് ഇൻ ദി ഓൾഡ് ഡേയ്സ്. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. ഞങ്ങൾക്ക് ആത്മീയം പറഞ്ഞു തന്നവർക്ക് അവർക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. ചില പാരമ്പര്യമായിട്ടുള്ള അറിവുകളായ അവർ നല്ല മനുഷ്യരാണ്. ദേ വർ വെരി ഗുഡ് പീപ്പിൾ ആൻഡ് ദേ ബ്ലെസ്ഡ് us so much. ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷെ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈവൻ our pastors, they have limitations.
ഞങ്ങളൊക്കെ പാസ്റ്റർമാരുടെ കീഴിൽ ഇരുന്നിട്ട് വന്നാ. പക്ഷെ ഞങ്ങളെ അവിടുന്ന് ദൈവം ഇറക്കി വേറൊരു ലെവലിലോട്ടാണ് കൊണ്ടുവരുന്നത്. വി ആർ കമ്മിങ് ഇൻ ടു അനദർ ലെവൽ. വൈ? സി, അവിടെ നിന്നുകൊണ്ട് അതിനകത്ത് മാത്രം നിന്ന് ഒതുങ്ങാനായിട്ടല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ലിമിറ്റ് ഉണ്ട്, അവിടം വരെ നമ്മൾ പോകണം. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതിലോട്ട് മുഴുവനായിട്ട് നമ്മൾ കടന്നു കയറും. ഹല്ലേലൂയ. കാരണം നമ്മൾ പറയാം, നമ്മൾ പല ചർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പല രീതി പല ഇതിൽ നിന്ന് വന്ന അതിനകത്ത് നമ്മൾ ഒരു ലെവൽ വരെ പോകാൻ പറ്റി അല്ലേ? ഇനിയിപ്പം ദൈവം നമ്മളെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആ പരിമിതികൾക്ക് അപ്പുറമായിട്ട് ദൈവം നമ്മളെ കൊണ്ടുപോയി വലിയ ദൈവത്തിന്റെ വിശാലതയിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. He's moving us into the vastness, amen, hallelujah, of the knowledge and the understanding of the Most High. Amen, hallelujah. നമുക്കൊരു നിമിഷം എഴുന്നേൽക്കാം.